എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മളിന്നിവിടെ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ഡിഫ്രാക്ഷനാണ്. വേവ് ഓപ്റ്റിക്സിൽ ഡിഫ്രാക്ഷൻ. നമ്മൾ വേവ് ഓപ്റ്റിക്സിനകത്ത് നമ്മൾ ഇൻ്റർഫറൻസ് എന്ന് പറയുന്നൊരു മെയിൻ ടോപ്പിക്ക് നമ്മൾ ആൾറെഡി കഴിഞ്ഞു. അടുത്തത് നമ്മൾ ഡിഫ്രാക്ഷൻ. എന്താണ് ഡിഫ്രാക്ഷൻ? ശരിക്കും ഡിഫ്രാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൻഡിങ് ഓഫ് ലൈറ്റ്. സാധാരണ നമ്മൾ പറയുന്നത് അക്കോർഡിംഗ് ടു ജിയോമെട്രിക്കൽ ഓപ്റ്റിക്സ് ലൈറ്റ് ഈസ് ട്രാവലിംഗ് അലോങ് എ സ്ട്രൈറ്റ് ആയി. എപ്പോഴും ലൈറ്റ് സ്ട്രൈറ്റ് ആയിട്ടായിരിക്കും നമ്മൾ പോവുക. ഡിഫ്രാക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന ഒരു സോഴ്സ് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്നു എന്ന് കരുതുക. ഒരു സോഴ്സ് ഇവിടെ വെച്ചിരിക്കുന്നു. ഞാൻ ഇവിടെ ഒരു നാരോ ഒപ്പക് ഓബ്ജക്റ്റിനെ ഞാൻ ഇവിടെ വയ്ക്കുന്നു. നാരോ ആയിട്ടുള്ള ഒരു ഒപ്പക് ഓബ്ജക്റ്റ് ഞാൻ ഇവിടെ വയ്ക്കുന്നു. ഇവിടെ നമ്മളൊരു സ്ക്രീനും വെക്കുകയാണെങ്കിൽ ജിയോമെട്രിക്കൽ ഓപ്റ്റിക്സ് വെച്ചുകൊണ്ട് എന്താ, അല്ലെങ്കിൽ റേ നേച്ചർ വെച്ചുകൊണ്ട് നമ്മൾ എന്താ പറയേണ്ടത്? ലൈറ്റ് ട്രാവലിംഗ് അലോങ് എ സ്ട്രൈറ്റ് ലൈൻ. അതുകൊണ്ട് ഇതിലേ വരുന്ന ലൈറ്റ് റേ ഇങ്ങനെ വന്ന് ഇവിടെ എത്തും. Suppose this point is so, and a light ray from this source incident above the point O, that is in the region OA, and in the region OB we expect a dark region because light ഇവിടെ വന്ന് ഇടിച്ചങ്ങനിക്കും, ഇതിനകത്തോട്ട് വരില്ല. Therefore, according to geometrical optics, we expect the region OA is completely bright and the region OB is completely dark. ഇതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ പ്രാക്ടിക്കലായിട്ട് നമ്മൾ നോക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓയിൽ നിന്നും ഡാർക്ക് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന റീജിയനിലേക്ക് ലൈറ്റ് എൻ്റർ ചെയ്യുകയും ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി പെട്ടെന്ന് കുറഞ്ഞ് സീറോ ആവുകയും ചെയ്യും. അപ്പോൾ ലൈറ്റ് ഈ റീജിയനിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ട്. കൂടാതെ ലൈറ്റ് ഇവിടെ നമുക്ക് ഓൾട്ടർനേറ്റീവ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ചസും കിട്ടുന്നു. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത് എന്താണ്? ദ റീജിയൻ OA ഈസ് കംപ്ലീറ്റ്ലി ബ്രൈറ്റ് ആൻഡ് ദ റീജിയൻ OB ഈസ് കംപ്ലീറ്റ്ലി ഡാർക്ക്. But in practice, the light is entering into the darkened region, but its intensity suddenly decreases to 0. ലൈറ്റ് ഇങ്ങോട്ടേക്ക് എൻ്റർ ചെയ്യുന്നെങ്കിലും പെട്ടെന്ന് ഇൻറ്റൻസിറ്റി കുറഞ്ഞ് പിന്നെ ബാക്കി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഡാർക്കാണ്. ബ്രൈറ്റ് എന്ന് പറഞ്ഞ റീജിയനിൽ നമ്മൾ പ്രതീക്ഷിച്ചതിൽ എന്താണ് കിട്ടുന്നത്? ഓൾട്ടർനേറ്റീവ് ഡാർക്കും ബ്രൈറ്റും ഫ്രിഞ്ചസ് കിട്ടുന്നു. എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിക്കുന്നു? അപ്പോഴാണ് നമുക്ക് പറയുന്നത്, അക്കോർഡിംഗ് ടു ജോമെട്രി വേവ് നേച്ചർ, വേവ് ഓപ്റ്റിക്സ്, ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് വേവ് ഫ്രണ്ട്സ് വരും. ഈ വരുന്ന വേവ് ഫ്രണ്ട് അക്കോർഡിംഗ് ടു ഹൈഗൻസ് പ്രിൻസിപ്പിൾ, നമ്മൾ ഹൈഗൻസ് പ്രിൻസിപ്പിളിന്റെ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഇവിടെ മാത്രമാണ്. അക്കോർഡിംഗ് ടു ഹൈഗൻസ് പ്രിൻസിപ്പിൾ, ഈച്ച് പോയിന്റ് ഓൺ ദ പ്രൈമറി വേവ് ഫ്രണ്ട് വിൽ ആക്ട് ആസ് ദ സെന്റേഴ്സ് ഓഫ് സെക്കൻഡറി വൈബ്രേഷൻസ് ആൻഡ് ഫ്രം ദീസ് പോയിന്റ്സ് സെക്കൻഡറി വൈബ്രേഷൻസ് ആർ എമിറ്റഡ്. ഈ എമിറ്റ് ചെയ്യുന്ന സെക്കൻഡറി വൈബ്രേഷൻസ് ആണ് നമ്മുടെ ഈ റീജിയനിനകത്ത് ഈ ലൈറ്റ് വരാൻ കാരണം. സെക്കൻഡറി വൈബ്രേഷൻസ്. കൂടാതെ ഇവർ തമ്മിൽ ഇന്റർഫിയർ ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് ഓൾട്ടർനേറ്റീവ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് വിത്ത് ഡിമിനിഷിംഗ് ഇന്റൻസിറ്റീസ് ഒബ്സർവ് ഇൻ ദ റീജിയൻ. അവിടെ നമ്മൾ എന്താ എക്സ്പെക്ട് ചെയ്തിരുന്നത്? ബ്രൈറ്റ് ആയിട്ട് എക്സ്പെക്ട് ചെയ്ത റീജിയനിൽ ഡാർക്ക് ബ്രൈറ്റ് ഫ്രിഞ്ചസ് കിട്ടാൻ കാരണം ഈ സെക്കൻഡറി വേവ് ഫ്രണ്ടുകൾ തമ്മിൽ ഇന്റർഫിയർ ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് ഈ റീജിയനിൽ നമുക്ക് എന്ത് കിട്ടിയത്? ഓൾട്ടർനേറ്റീവ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് കിട്ടി. അപ്പം നെറ്റ് എഫക്റ്റ് എന്താണ് ഇവിടെ നമുക്ക് സംഭവിച്ചിരിക്കുന്നത്? ഇതിലെ നേരെ വരേണ്ടുന്ന ലൈറ്റ് ഇവിടെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങോട്ടേക്ക് ബെൻഡ് ചെയ്തു. ഈ ജംഗ്ഷനിൽ വെച്ച് ലൈറ്റ് റേ ഒന്ന് ബെൻഡ് ചെയ്തു. അതുകൊണ്ടാണ് ഈ ഭാഗത്ത് ഇന്റൻസിറ്റി കിട്ടാൻ കാരണം. ദിസ് ബെൻഡിങ് ഓഫ് ലൈറ്റ് റേ അറ്റ് ദ കോർണേഴ്സ് ഓഫ് നാരോ ഒപ്പക് ഓബ്ജക്ട്, നാരോ ഒപ്പക് ഓബ്ജക്റ്റിന്റെ കോർണറിൽ വെച്ച് ലൈറ്റ് ഒന്ന് ബെൻഡ് ചെയ്യും. ഇപ്പൊ ലൈറ്റ് റേ ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ ലൈറ്റ് റേ ബെൻഡ് ചെയ്യും. ദാറ്റ് ഈസ് കാൾഡ് ഡിഫ്രാക്ഷൻ, റിഫ്രാക്ഷൻ. When light ray traveling from one medium to another, അത് വേറെ. പക്ഷെ ഇത് അതുമായിട്ട് ബന്ധമില്ല. ഈ ഇതിന്റെ കോർണർ വെച്ച് ലൈറ്റ് ഇതിലേ വരുന്ന ലൈറ്റ് ഒന്ന് ബെൻഡ് ചെയ്യുന്നു. ദിസ് ബെൻഡിങ് ഓഫ് ലൈറ്റ് റേ അറ്റ് ദ കോർണേഴ്സ് ഓഫ് നാരോ ഒപ്പക് ഓബ്ജക്റ്റ് ഈസ് കാൾഡ് ഡിഫ്രാക്ഷൻ. ഈ ഡിഫ്രാക്ഷന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മളുടെ നേരെ ഒരു ലൈറ്റ് വരുന്നു എന്ന് കരുതുക. ഒരു ബൾബ് കത്തിച്ച് നമ്മൾ അതിൻ്റെ നേരെ ഇതെടുത്ത് ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ, നമ്മളൊരു ചെറിയൊരു സൂചി എടുത്ത് ഇങ്ങനെ ആ ലൈറ്റിൻ്റെ നേരെ പിടിക്കുകയാണെങ്കിൽ, ഈ വരുന്ന നമ്മൾ ശരിക്കും ലൈറ്റ് അവിടെ നിന്ന് വരുന്നു, നമ്മൾ ഈ സൂചി എടുത്ത് ഇങ്ങനെ പിടിക്കുന്നു. അപ്പോൾ ശരിക്കും നമുക്ക് നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന സൂചിയാണ്, അതിൻ്റെ അപ്പുറത്താണ് ലൈറ്റ് ഇരിക്കുക. പക്ഷെ എന്നാലും ഇതിൻ്റെ ഈ ടിപ്പ് നമുക്ക് കാണാൻ പറ്റില്ല നന്നായിട്ട്. എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ ലൈറ്റ് ഇതിലെ നേരെ വരുന്ന ലൈറ്റ് ഇവിടെ എത്തി ഇങ്ങോട്ടേക്കൊന്ന് ബെൻഡ് ചെയ്യും, താഴോട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഇതിലേ വരുന്ന ലൈറ്റ് ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ബെൻഡ്, ആ ബെൻഡ് ചെയ്യുമ്പോൾ ഇവിടെ ലൈറ്റ് എൻ്റർ ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് അതിൻ്റെ ടിപ്പ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല.
ചില ഫോട്ടോഗ്രാഫ്സ് ഒക്കെ നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇങ്ങനെ ഒരു മലയുടെ ഇടയിൽ നിന്നും സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നു. അപ്പോൾ നമ്മുടെ ഈ ഭാഗങ്ങളൊന്നും നമുക്ക് മലയുടെ ഈ ഭാഗങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റൂല. അവിടെയൊക്കെ ഈ ലൈറ്റ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോകുന്നത് കാണാം. ഇപ്പൊ ഒരു മല ഇങ്ങനെ ഇരിക്കുകയാണ്, ലൈറ്റ് ഇവിടെ വന്നിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ കയറും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ മല ക്ലിയർ ആയിട്ട് കാണാം, ഇവിടെയൊക്കെ നമുക്ക് ലൈറ്റ് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന, അപ്പൊ ചോദിക്കും സാറേ അത് നാരോ ഒബ്ജക്റ്റ് ആണോ, ഒരു വലിയൊരു ഹില്ലെന്ന് പറയുന്നത് നാരോ ഒപ്പക് ഒബ്ജക്റ്റ്? അതല്ല, സണ്ണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് നാരോ ഒപ്പക് ഒബ്ജക്റ്റ് ആണ്. ഇവിടേക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു ബൾബുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സൂചി, അല്ലാതെ അവിടെ കൊണ്ടുവന്ന് വലിയൊരു മല വെച്ചിട്ട് നമുക്ക് ഇത് എന്ന് പറയാൻ പറ്റില്ല. നാരോ ഒപ്പക് ഒബ്ജക്റ്റ് കമ്പാരിസൺ സോഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നാരോ ഒപ്പക് ഒബ്ജക്റ്റ് ആയിരിക്കണം. അപ്പൊ നമ്മുടെ സണ്ണിന്റെ നേരെ തന്നെ നമ്മളൊരു ഒരു നീഡിലെടുത്ത് പിടിച്ചിട്ട് ദൂരെ കൊണ്ട് നോക്കുക, ഇതിന്റെ ഈ ഭാഗം ഒന്നും കാണാൻ പറ്റില്ല, ടോപ്പ് ഒന്നും കാണാൻ പറ്റില്ല. കാരണം ഇവിടെ നിന്ന് വരുന്ന ലൈറ്റ് ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഇങ്ങോട്ടേക്ക് ബെൻഡ് ചെയ്യും. ദിസ് ബെൻഡിങ് ഓഫ് ലൈറ്റ് അറ്റ് ദ കോർണേഴ്സ് ഓഫ് നാരോ ഒപ്പക് ഒബ്ജക്റ്റ് ഈസ് കാൾഡ് ഡിഫ്രാക്ഷൻ. അങ്ങനെ ഈ ഒപ്പക്കായിട്ടുള്ള അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യാത്ത ലൈറ്റ്, ട്രാൻസ്പെറന്റ് അല്ലാത്തതാണ് ഒപ്പക്, അതിന്റെ എഡ്ജിൽ വന്ന് ലൈറ്റിനെ ബെൻഡ് ചെയ്തതിന് നമ്മൾ പറയുന്ന പേരാണ് ഡിഫ്രാക്ഷൻ. ഡിഫ്രാക്ഷൻ ഈസ് മെയിൻലി ക്ലാസിഫൈഡ് ഇൻടു ടു. വൺ ഈസ് കാൾഡ് ഫ്രണൽസ് ഡിഫ്രാക്ഷൻ. എസ് സൈലന്റ് ആണ്, ഫ്രണൽ എന്നാണ് പറയുക. രണ്ടാമത്തത് ഫ്രാനോഫർ ഡിഫ്രാക്ഷൻ. രണ്ട് ടൈപ്പ് ഡിഫ്രാക്ഷൻ, ഫ്രണൽസ് ഡിഫ്രാക്ഷൻ ആൻഡ് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്രണൽസ് ഡിഫ്രാക്ഷൻ ആൻഡ് ഫ്രാനോഫർ ഡിഫ്രാക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇവിടെ വരച്ചു വെച്ചത് ഫ്രണൽസ് ഡിഫ്രാക്ഷൻ ആണ്. ഈ സോഴ്സിൽ നിന്ന് ലൈറ്റ് വരുന്ന വേവ് ഫ്രണ്ട് സ്പെറിക്കൽ വേവ് ഫ്രണ്ട് ആണ് ഞാൻ വരച്ചത്. ഈ സ്പെറിക്കൽ വേവ് ഫ്രണ്ട് ഒന്ന് ഇവിടെ വന്നിട്ട് ഇങ്ങോട്ടേക്ക് ബെൻഡ് ചെയ്ത് കയറുകയാണെങ്കിൽ ദാറ്റ് ഈസ് കാൾഡ് ഫ്രണൽസ് ഡിഫ്രാക്ഷൻ. ഡിഫ്രാക്ഷൻ ഫോർ ദ സ്പെറിക്കൽ വേവ് ഫ്രണ്ട് ഈസ് കാൾഡ് ഫ്രണൽസ് ഡിഫ്രാക്ഷൻ. അവിടെ കണ്ടീഷൻ എന്താണെന്ന് അറിയാമോ? ഒരു ഇതാണ്. എന്നാൽ പ്ലെയിൻ വേവ് ഫ്രണ്ടുകൾ വന്നിട്ട് ഇങ്ങനെ പ്ലെയിൻ വേവ് ഫ്രണ്ട് വന്നിട്ട് ആ പ്ലെയിൻ വേവ് ഫ്രണ്ട് ബെൻഡ് ചെയ്ത് ഇങ്ങനെ പോവുകയാണെങ്കിൽ ദാറ്റ് ഈസ് കാൾഡ് ഫ്രാനോഫർ ഡിഫ്രാക്ഷൻ. ഇതാണ് മെയിൻ ഡിഫറൻസ്. In Franz diffraction, diffraction for spherical wavefront, and in Fraunhofer diffraction, diffraction for plane wavefront. ഈ ഫ്രണൽസ് ഡിഫ്രാക്ഷൻ നടക്കണമെങ്കിൽ സോഴ്സും സ്ക്രീനും ഇരിക്കുന്നത് ഒപ്പക് ഓബ്ജക്റ്റിനോട് വളരെ അടുത്തടുത്തായിരിക്കണം. എന്നാൽ ഫ്രാനോഫർ ഡിഫ്രാക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ സോഴ്സും സ്ക്രീനും ഇരിക്കുന്നത് വളരെ ദൂരെ ആയിരിക്കണം. അതാണ് രണ്ടാമത്തെ ഡിഫറൻസ്. കാരണം ദൂരെ നിന്ന് വരുന്ന ലൈറ്റ് റേസ് ആണ് നിയർലി പാരലൽ. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന വേവ് ഫ്രണ്ട് പ്ലെയിൻ വേവ് ഫ്രണ്ട്. കാരണം ഇപ്പൊ നമ്മളൊരു സോഴ്സ് എടുക്കുന്നു, ആ സോഴ്സ് ഇവിടെ ഒരു പോയിന്റ് സോഴ്സ് ആണ്. ഇവിടെ എന്ത് കണ്ടു, ഇതിപ്പോ സ്പെറിക്കലാണ്. ഇതിങ്ങനെ വന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടേക്ക് എത്തുമ്പോഴത്തേക്ക് ഇത് നിയർലി എന്തായിട്ട് മാറും? സ്ട്രെയിറ്റ് ആയിട്ട് മാറും. അപ്പൊ വളരെ ദൂരം ട്രാവൽ ചെയ്യുമ്പോൾ ഈ സ്പിയർ എന്തായിട്ട് മാറും? ഒരു സ്ട്രെയിറ്റ് പ്ലെയിൻ വേവ് ഫ്രണ്ട് ആയിട്ട് മാറും. അപ്പൊ ഡിഫറൻസ് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ Fraunhofer diffraction and Fresnel's diffraction എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർക്കുക, in Fresnel's diffraction it is a diffraction for spherical wavefront, and in the case of Fresnel's diffraction source and screen are at very close to the opaque object. ഇതിനോട് വളരെ അടുത്തായിരിക്കണം. And in the case of Fraunhofer diffraction, source and screen are at very large distance, and the Fraunhofer diffraction is the diffraction for plane wavefront. ഇതിന്റെ നമ്മളൊരു ഈ പറഞ്ഞ സാധനം നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ ഫ്രെനൽസ് ഡിഫ്രാക്ഷന്റെ നേരത്തെ നമ്മൾ വരച്ച സാധനമാണ് ഈ എൻ്റർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ലൈറ്റ് ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതിൽ താഴെ ഡാർക്കും ബ്രൈറ്റും ആണ്, പക്ഷെ കിട്ടുന്നത് ഇങ്ങോട്ടേക്ക് ലൈറ്റ് എൻ്റർ ചെയ്യുന്നു, ഇവിടെ ഓൾട്ടർനേറ്റീവ് ഡാർക്കും ബ്രൈറ്റും ഫ്രിഞ്ചസ് കിട്ടും. ഇതാണ് നമ്മളുടെ ഫ്രെനൽസ് ഡിഫ്രാക്ഷൻ. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ള ഫ്രാനോഫർ ഡിഫ്രാക്ഷൻ ആണ്. ഫ്രാനോഫർ ഡിഫ്രാക്ഷൻ ആണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ. ഓർക്കുക, ഫ്രാനോഫർ ഡിഫ്രാക്ഷനോ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ഫ്രാനോഫർ ഡിഫ്രാക്ഷനോ എക്സ്പ്ലെയിൻ സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ. നമ്മളിവിടെ ഉപയോഗിക്കുന്ന സ്ലിറ്റ് വളരെ നാരോ ആയിട്ടുള്ള സ്ലിറ്റാണ് ഉപയോഗിക്കുക. പക്ഷെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഇച്ചിരി വലുതാക്കി വരയ്ക്കുന്നു. നന്നായിട്ട് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാൻ ഒരല്പം ബുദ്ധിമുട്ടാണ്, പിടികിട്ടിയാൽ എളുപ്പവുമാണ്. ഇങ്ങനെ ഇരിക്കുന്ന ഒരു ശരിക്കും സിംഗിൾ സ്ലിറ്റ് എന്ന് പറയുന്ന ഇതാണ്. ഇതിനകത്ത് ചെറിയൊരു ഇതിട്ട് കൊടുത്തത്, ഇതാണ് ഒരു സിംഗിൾ സ്ലിറ്റ്. ഇത്രയൊന്നുമില്ല, വളരെ നാരോ ആണ്, നോർമലി കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത സാധനമാണ്. പക്ഷെ നമ്മളിവിടെ വരയ്ക്കുമ്പോൾ ഞാൻ ഇച്ചിരി വലുതാക്കി വരയ്ക്കും.
ഈ വരച്ചിരിക്കുന്ന ഇതിനിടയിലുള്ള ഈ റീജിയനാണ് ഒരു സ്ലിറ്റ്. ഇതിനെയാണ് നമ്മളൊരു സിംഗിൾ സ്ലിറ്റ് എന്ന് പറയുക. ഈ സ്ലിറ്റിന്റെ വിഡ്ത്തിന് നമ്മൾ എടുക്കുന്നത് എ എന്നാണ്. കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണേ. കാര്യങ്ങൾ മനസ്സിലാക്കുക. അത് കഴിഞ്ഞാൽ ആൻസറുകൾ നമുക്ക് പെട്ടെന്ന് പിടികിട്ടും. ഇതിനകത്തൊരു പ്ലെയിൻ വേവ് ഫ്രണ്ട് വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു. ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് വന്ന് ഇൻസിഡന്റ് ചെയ്യുന്നു. ഞാൻ ആ വേവ് ഫ്രണ്ടിനെ വേറൊരു കളറിൽ വരയ്ക്കും. ആ കളർ വരച്ചാൽ പിടികിട്ടൂല. ഇതാണ് ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട്. വേവ് ഫ്രണ്ടിന് പാരലായിട്ട് നമ്മൾ വരയ്ക്കുന്നതാണ് ലൈറ്റ് റേസ്. അപ്പൊ ഇങ്ങനെ വരുന്നതാണ് ലൈറ്റ് റേസ്. ഞാനൊരു 3 ലൈറ്റ് റേ വരയ്ക്കുന്നു. ടോപ്പ് എൻഡിലും ബോട്ടം എൻഡിലും മിഡിലുമായിട്ടൊരു 3 ലൈറ്റ് റേ വരയ്ക്കുന്നു. ഓർക്കുക, ഇതാണ് സ്ലിറ്റിന്റെ വിഡ്ത് എ. ഞാൻ ഇവിടെ ഒരു സ്ക്രീൻ എടുത്ത് വെക്കുന്നു. സ്ക്രീനിലേക്കുള്ള ഡിസ്റ്റൻസിന് നമുക്ക് ക്യാപിറ്റൽ ഡി എന്ന് എടുക്കാം. ഇതിന്റെ ഫ്രണ്ടിൽ ഞാനൊരു കോൺവെക്സ് ലെൻസിനെ വെക്കുന്നു. ഈ കോൺവെക്സ് ലെൻസിന്റെ ഫോക്കസിലായിരിക്കും സ്ക്രീൻ ഇരിക്കുക. അതുകൊണ്ട് ഡി എന്ന് പറയുന്നത് തന്നിട്ടില്ല എങ്കിൽ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് തന്നെയായിരിക്കും ഡി എന്ന് പറയുന്നത്. ഡി എന്ന് പറയുന്നത് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് തന്നെയായിരിക്കും. കാരണം ഈ ലെൻസിനെ വെക്കുന്നത് ഇറ്റ് ഈസ് പ്ലേസ്ഡ് വെരി നിയർ ടു ദ സ്ലിറ്റ് ആൻഡ് ഇൻ ദ ഫോക്കസ് ഓഫ് ദിസ് ലെൻസ് സ്ക്രീൻ ഈസ് പ്ലേസ്ഡ്. ദെയർഫോർ ഡി എന്ന് പറയുന്നത് നിയർലി എന്ത് തന്നെയാണ്? എഫ് തന്നെയാണ്. അപ്പോൾ അക്കോർഡിംഗ് ടു ജോമെട്രിക്കൽ ഓപ്റ്റിക്സ് നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്താണ്? ഇവിടെ നിന്ന് വരുന്ന ലൈറ്റ് റേസ് ഇങ്ങനെ വരുന്നു. പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വരുന്ന ലൈറ്റ് റേസ് എല്ലാം കൂടി വന്ന് ഫോക്കസിൽ വന്ന് കൺവേർജ് ചെയ്യണം. അപ്പോൾ നമ്മൾ അക്കോർഡിംഗ് ടു ജോമെട്രിക്കൽ ഓപ്റ്റിക്സ് വി എക്സ്പെക്ട് എ ബ്രൈറ്റ് പോയിന്റ് അറ്റ് ഒ. ഓയിൽ ഒരു സ്പോട്ടാണ് പ്രതീക്ഷിക്കുക. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അതാണ്, ഇവിടെ ഒരു സ്പോട്ട്. പക്ഷേ പ്രാക്ടിക്കലായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ കിട്ടുന്നത് നോക്കുക. ഞാൻ ആ വരയ്ക്കുന്നത് നോക്കുക. ഇവിടെ ഈക്വൽ ഡിസ്റ്റൻസ് വേണം എല്ലായിടത്തേക്ക് ഈക്വൽ ഡിസ്റ്റൻസ് വരയ്ക്കുക. ഇത് എത്രയാണോ അത് തന്നെ ആയിരിക്കണം ഇതെല്ലാം. നമുക്കിവിടെ കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഫ്രിഞ്ചസ് ആണ് കിട്ടുക. അപ്പൊ ഇവിടെ നമുക്ക് സെൻട്രൽ ഫ്രിഞ്ച് നമ്മളൊരു ബ്രൈറ്റ് സ്പോട്ടാണ് നമ്മൾ പ്രതീക്ഷിച്ചെങ്കിൽ സെൻട്രൽ ബ്രൈറ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നു. പക്ഷേ രണ്ട് സൈഡിൽ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഡാർക്കും ബ്രൈറ്റ്, ഇത് ബ്രൈറ്റ് ഡാർക്ക് ബ്രൈറ്റ് ഡാർക്ക്, ഓൾട്ടർനേറ്റീവ് ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് ആർ ഒബ്സർവ്ഡ് ഓൺ either sides. ശരിക്കും ഇത് ചിലപ്പോൾ എക്സാമിനേഷൻ ചോദിക്കും, ഡ്രോ ദ ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഗ്രാഫ് ഫോർ ദ സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങോട്ട് വരച്ചു വെക്കുക. ഇവിടെ ഇന്റൻസിറ്റിയും ഇവിടെ ഡിസ്റ്റൻസും. ഇത് ഓ, നമ്മൾ ഈ ഗ്രാഫിനെ തിരിച്ചു വെച്ചിരിക്കുന്നു. ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരച്ചു വെക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ അന്തം വിട്ടു. നമ്മൾ എന്താ പ്രതീക്ഷിക്കുന്നത്? അക്കോർഡിംഗ് ടു ജോമെട്രിക്കൽ ഓപ്റ്റിക്സ് വി എക്സ്പെക്ട് എ ബ്രൈറ്റ് പോയിന്റ് അറ്റ് O, ബട്ട് ഇൻ പ്രാക്ടീസ് വി ഗെറ്റ് central point will appears as bright and alternative dark and bright fringes with very low intensity. Event intensity വളരെ കൂടുതലാണ്, ഇവരുടെ ഇന്റൻസിറ്റി വളരെ ചെറിയ ഇന്റൻസിറ്റി. രണ്ട് സൈഡിലും കിട്ടുന്നു. വൈ? ഇതിനെക്കുറിച്ച് കാരണം എന്താണെന്ന് അറിയാമോ? ഇവിടെ വരുന്ന ഈ വേവ് ഫ്രണ്ട് ഇവിടെ എത്തിയിട്ട് ബെൻഡ് ചെയ്യും. ഒന്നുകിൽ ഇങ്ങോട്ട് ബെൻഡ് ചെയ്യും അല്ലെങ്കിൽ അങ്ങോട്ട് ബെൻഡ് ചെയ്യും. ബിക്കോസ് ഓഫ് ദിസ് ബെൻഡിങ് ഓഫ് ലൈറ്റ് റേ അറ്റ് ദ കോർണേഴ്സ് ഓഫ് ദിസ് നാരോ ഒപ്പക് ഒബ്ജക്ട് എന്ത് സംഭവിക്കും? അപ്പൊ ഞാൻ പറയുന്നു, ഇവിടെ വരുന്ന ഈ വേവ് ഫ്രണ്ട് എന്ന് വരുന്ന ഇതാണെന്ന് കരുതുക. ഇതാണ് വേവ് ഫ്രണ്ട് എന്ന് കരുതുക. ഈ വേവ് ഫ്രണ്ട്
ഇതിങ്ങനെ ഇവിടെ എത്തിയിട്ട് ഇവിടെ വെച്ച് ഇങ്ങനെ ബെൻഡ് ചെയ്യും. അപ്പോൾ ആ ബെൻഡ് ചെയ്ത വേവ് ഫ്രണ്ട് ഇതാണെന്ന് കരുതുക. സപ്പോസ് ദിസ് ഈസ് ദ വേവ് ഫ്രണ്ട് വിച്ച് ഈസ് ബെൻഡഡ്. ഇങ്ങനെ θ ഡിഗ്രി ഇവൻ ബെൻഡ് ചെയ്തു. ഇത് ബെൻഡ് ചെയ്ത ഈ ആംഗിൾ എന്ന് പറയുന്നത് θ ഡിഗ്രിയാണ്. ഇതെല്ലാം നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ആംഗിൾ θ ഡിഗ്രി. ഈ വേവ് ഫ്രണ്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ബെൻഡ് ചെയ്യുമ്പോൾ ലൈറ്റ് റേസും എന്ത് ചെയ്യും? ബെൻഡ് ചെയ്യും. ഈ വന്ന ലൈറ്റ് റേസും ദാ ബെൻഡ് ചെയ്യും. θ ഡിഗ്രി അവരും ബെൻഡ് ചെയ്യും. ഈ ബെൻഡ് ചെയ്ത ലൈറ്റ് റേസ് ഇവിടെ വന്ന് കൂട്ടിയിടിക്കുന്നതിന്റെ ഫലമായിട്ട് ഇന്റർഫറൻസ് നടക്കും. ആ ഇന്റർഫറൻസ് നടക്കുന്നതിന്റെ ഫലമായിട്ട് ദിസ് പോയിന്റ് പി മേ അപ്പിയേഴ്സ് ആസ് ബ്രൈറ്റ് ഓർ ഡാർക്ക്, ഡിപ്പെൻസ് ഓൺ ദ വേവ് ലെങ്ത്. വേവ് ലെങ്തിനനുസരിച്ച് ഇത് ബ്രൈറ്റോ ഡാർക്കോ ആയിട്ട് മാറും. അപ്പോൾ ഈ വേവ് ഫ്രണ്ട് വരുന്നു, ബെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇത് ബെൻഡ് ചെയ്ത ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇത് എത്ര തന്നെയായിരിക്കും? തീറ്റ. ഈ ബെൻഡ് ചെയ്ത ആംഗിളും തീറ്റ തന്നെയായിരിക്കും. പോട്ടെ, അത് നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ ഇവിടെ നിന്ന് ചെല്ലുന്ന ലൈറ്റ് റേയും ഇവിടെ നിന്ന് ചെല്ലുന്ന ലൈറ്റ് റേയും ഇവിടെ വന്നിടിക്കുമ്പോൾ പാത്ത് ഡിഫറൻസ് ഉണ്ടാകും. കാരണം ഇവന്റെ പാത്ത് കുറവാണ്, ഇവന്റെ പാത്ത് കൂടുതലാണ്. Therefore, there is a path difference of the light ray at the point P from this point A and AB. ഇതിനെ C എന്ന് എടുക്കാം. എയിൽ നിന്ന് വരുന്ന ലൈറ്റ് റേയും ബിയിൽ നിന്ന് വരുന്ന ലൈറ്റ് റേയും കൂടി പിയിൽ ചെന്ന് ഇൻസിഡന്റ് ചെയ്യുന്ന സമയത്ത് there is a path difference. ആ പാത്ത് ഡിഫറൻസ് ഈവൻ മൾട്ടിപ്പിൾ ഓഫ് ലാംഡ ബൈ 2 ആണെങ്കിൽ ദാറ്റ് പോയിന്റ് വിൽ അപ്പിയേഴ്സ് ആസ് ബ്രൈറ്റ് ആൻഡ് ഓഡ് മൾട്ടിപ്പിൾ ആണെങ്കിൽ ദാറ്റ് പോയിന്റ് വിൽ അപ്പിയേഴ്സ് ആസ് ഡാർക്ക്. നമ്മൾ നേരത്തെ പഠിച്ച കണ്ടീഷൻ. വാട്ട് ഇസ് ദ കണ്ടീഷൻ ഫോർ ഇന്റർഫറൻസ്? When the light ray from two sources are inserted at a particular point with a path difference of even multiple of lambda by 2, then that point will appear as bright, and if it is an odd multiple of lambda by 2, then that point will appear as dark. ഇതാണ് നമുക്ക് അറിയാവുന്ന കണ്ടീഷൻ. അപ്പോൾ നമ്മൾ പറയും ശരി, ഇവിടെ നിന്ന് ചെല്ലുന്ന ലൈറ്റ് റേയും ഇവിടെ നിന്ന് ചെല്ലുന്ന ലൈറ്റ് റേയും കൂടി അവിടെ ഉണ്ടാക്കുന്ന പാത്ത് ഡിഫറൻസ് എത്ര? ഇതിന് ശേഷമുള്ള രണ്ടുപേരുടെയും പാത്ത് സെയിം ആണ്. ഇതിന് ശേഷമുള്ള രണ്ടുപേരുടെ, അപ്പോൾ പാത്ത് ഡിഫറൻസ് ഓഫ് ദ ലൈറ്റ് റേ ഫ്രം എ ആൻഡ് ബി ഈസ് ഈക്വൽ ടു ഡെൽറ്റ. ശ്രദ്ധിച്ചോണേ, നന്നായിട്ട് ശ്രദ്ധിച്ചോണം. പാത്ത് ഡിഫറൻസ് ഓഫ് ദ ലൈറ്റ് റേ ഫ്രം എ ആൻഡ് ബി അറ്റ് ദ പോയിന്റ് പി. പിയിൽ എയിൽ നിന്ന് ചെല്ലുന്ന ലൈറ്റ് റേയും ബിയിൽ നിന്ന് ചെല്ലുന്ന ലൈറ്റ് റേയും കൂടി പിയിൽ ഉണ്ടാക്കുന്ന പാത്ത് ഡിഫറൻസ് ആണ് ഡെൽറ്റ. ഡെൽറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഞാൻ ഡെൽറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ ഈ ട്രയാങ്കിൾ എടുക്കുന്നു. അറിയാമല്ലോ, ഇത് എ ആണ്, ഇങ്ങോട്ടേക്ക് വരച്ചു. ഇത് ഡെൽറ്റയാണ്, ഇത് തീറ്റയാണ്. ഈ ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഇതിനകത്ത് നിന്ന് സൈൻ തീറ്റ എടുത്താൽ എന്ത് കിട്ടും? സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഡിവൈഡഡ് ബൈ എ. Therefore, delta is equal to a sin theta. അപ്പോൾ ഡെൽറ്റ ഈസ് ഈക്വൽ ടു എ സൈൻ തീറ്റ. മനസ്സിലായല്ലോ? മനസ്സിലാവുന്നുണ്ടല്ലോ? തീറ്റ വളരെ ചെറുതാണെങ്കിൽ, ഇഫ് തീറ്റ ഈസ് വെരി വെരി സ്മാൾ, then delta is equal to a theta. That is equation number 1. ഉടനെ സി പറയും അവര് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എടുത്താൽ പോരാ, ഞങ്ങൾ തമ്മിലുള്ള പാത്ത് ഡിഫറൻസും എടുക്കണം. എനിക്കും പാത്തുണ്ട്, ഇവര് തമ്മിലുള്ള പാത്തുണ്ട് ഇത്രയുമാണ്. ദാറ്റ് ഈസ് ദിസ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഡാഷ്. എയിൽ നിന്ന് ചെല്ലുന്ന ലൈറ്റേയും സിയിൽ നിന്ന് ചെല്ലുന്ന ലൈറ്റേയും കൂടെ അവിടെ ഉണ്ടാകുന്ന പാത്ത് ഡിഫറൻസ് ഇതാണ് ഡെൽറ്റ ഡാഷ്. അപ്പോൾ എയിൽ നിന്ന് ചെല്ലുന്ന ലൈറ്റേയും സിയിൽ നിന്ന് ചെല്ലുന്ന ലൈറ്റേയും കൂടി ഉണ്ടാക്കുന്ന പാത്ത് ഡിഫറൻസ് ഡെൽറ്റ ഡാഷ് കണ്ടുപിടിക്കാൻ ഇതെടുക്കുമ്പോൾ എന്താ സംഭവിക്കാവോ? ശ്രദ്ധിച്ചോണം. തീറ്റ എടുക്കുന്നു, ഇതെടുക്കുമ്പോൾ ഈ ഡിസ്റ്റൻസ് എ ബൈ 2 ആണ്. ഇതാണ് ഡെൽറ്റ ഡാഷ്, ഇത് എ ബൈ 2. നേരത്തെ ഇത്രയും എ ആണെങ്കിൽ ഇത് എ ബൈ 2. അപ്പോൾ അവിടെ നമ്മൾ സൈൻ തീറ്റ എടുക്കുമ്പോൾ എന്തായിരിക്കും കിട്ടുക? സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡെൽറ്റ ഡാഷ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ്, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു എ ബൈ 2. Therefore, delta dash is equal to a by 2 sin theta. അപ്പോൾ ഡെൽറ്റ ഡാഷ് ഈസ് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ 2 സൈൻ തീറ്റ.
അവിടെയും തീറ്റ വളരെ ചെറുതാണെങ്കിൽ ഡെൽറ്റ ഡാഷ് ഈസ് ഈക്വൽ ടു എ തീറ്റ ഡിവൈഡഡ് ബൈ 2. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. എന്ത് മനസ്സിലായി നിങ്ങൾക്ക്? ഈ ലൈറ്റ് റേയും കൂടി പിയിൽ ഉണ്ടാക്കുന്ന പാത്ത് ഡിഫറൻസ് എത്രയാണോ അതിന്റെ പകുതിയാണ് ഈ പാത്ത് ഡിഫറൻസ്. വേറൊന്നുമില്ല. പാത്ത് ഡിഫറൻസ് ഓഫ് ദ ലൈറ്റ് റേ ഫ്രം എ ആൻഡ് ബി അറ്റ് ദ പോയിന്റ് പി ഈസ് ഈക്വൽ ടു 100 ആണെങ്കിൽ എയും സിയും കൂടി ഉണ്ടാക്കുന്ന പാത്ത് ഡിഫറൻസ് 50 ആയിരിക്കും. അതിന്റെ നേരെ ഹാഫ്. എയും സിയും കൂടി ബിയും കൂടി ഉണ്ടാക്കുന്ന പാത്ത് ഡിഫറൻസ് 20 ആണെങ്കിൽ എയും സിയും കൂടി ഉണ്ടാക്കുന്ന പാത്ത് ഡിഫറൻസ് അതിന്റെ പകുതി 10 ആയിരിക്കും. വേറെ ഒന്നുമില്ല. അപ്പൊ പാത്ത് ഡിഫറൻസ് ഓഫ് ദ ലൈറ്റ് റേ ഫ്രം എ ആൻഡ് ബി അറ്റ് ദ പോയിന്റ് പി ഡെൽറ്റ ഈസ് ഈക്വൽ ടു എ സൈൻ തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു എ തീറ്റ. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ആൻഡ് പാത്ത് ഡിഫറൻസ് ഓഫ് ദ ലൈറ്റ് റേ ഫ്രം എ ആൻഡ് സി, എയും സിയും കൂടി ഉണ്ടാക്കുന്ന പാത്ത് ഡിഫറൻസ് ഡെൽറ്റ ഡാഷ് ഈസ് ഈക്വൽ ടു എ ബൈ 2 സൈൻ തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു എ തീറ്റ ഡിവൈഡഡ് ബൈ 2. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. സിമ്പിൾ കൺസെപ്റ്റ് ആണ്, വേറെ ഒന്നുമില്ല. ഈ ട്രയാങ്കിൾ ആണ് നമ്മൾ എടുത്തത്. ഈ ട്രയാങ്കിളും പിന്നീട് ഈ ട്രയാങ്കിളും എടുത്തു. ഇത് ഡെൽറ്റ ആണെങ്കിൽ ഇത് ഡെൽറ്റ ഡാഷ്. ഇവിടം വരെ ക്ലിയർ ആണ്, നമുക്ക് പ്രശ്നങ്ങൾ ഒന്നും ഇല്ല. ഇനി നമ്മൾ പറയുന്നതാണ് ഇതിനകത്ത് മനസ്സിലാക്കാൻ ഇച്ചിരി നിങ്ങളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇനി അങ്ങോട്ടേക്ക് പറയാം. കാരണം നമ്മൾ എന്താ പറഞ്ഞത്? പാത്ത് ഡിഫറൻസ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു ഈവൻ മൾട്ടിപ്പിൾ ഓഫ് ലാംഡ ബൈ 2 വരികയാണെങ്കിൽ ദാറ്റ് പോയിന്റ് വിൽ അപ്പിയേഴ്സ് ആസ് ബ്രൈറ്റ് ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ആൻ ഓഡ് മൾട്ടിപ്പിൾ ഓഫ് ലാംഡ ബൈ 2 then that point will appears as dark. നമ്മുടെ ജനറൽ കണ്ടീഷൻ അതാണ്. ഇവിടെ അത് മാറും. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, സാർ പി ബ്രൈറ്റ് ആണോ ഡാർക്ക് ആണോ? പി ബ്രൈറ്റ് ആണോ ഡാർക്ക് ആണോ? ഉടനെ എയും ബിയും കൂടെ പറയും. എയും ബിയും പി ബ്രൈറ്റ് ആണോ ഡാർക്ക് ആണോ എന്ന് ചോദിച്ചപ്പോൾ എയും ബിയും കൂടെ പറയാണ്. ശ്രദ്ധിച്ചോണേ, നല്ലോണം മനസ്സിലാക്കണം. എയും ബിയും കൂടെ പറയുകയാണ്, ഞങ്ങൾ തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് ഡെൽറ്റ എന്ന് പറയുന്നത് എ തീറ്റയാണ്. അത് ലാംഡയാണെന്നിരിക്കട്ടെ. സപ്പോസ് ഇറ്റ് ഈസ് ലാംഡ. പിയിൽ എയും ബിയും കൂടി പിയിൽ ഉണ്ടാക്കുന്ന പാത്ത് ഡിഫറൻസ് ഡെൽറ്റ ലാംഡയാണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ദിസ് ലാംഡ മീൻസ് 2 ലാംഡ ബൈ 2. ലാംഡ ബൈ 2വിന്റെ ഏത് മൾട്ടിപ്പിൾ ആണ്? ഈവൻ മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു ദാറ്റ് പോയിന്റ് വിൽ അപ്പിയേഴ്സ് ആസ് ബ്രൈറ്റ്. ബ്രൈറ്റ് ആയിട്ട് കാണപ്പെടുന്നു എന്ന് ഞാൻ പറയുന്നു. ആരാ ഇത് പറഞ്ഞത്? എയും ബിയും കൂടെ പറയുന്നു. അപ്പൊ if the path difference of the light ray from A and B at the point P is lambda, which is equal to 2 lambda by 2, that is even multiple of lambda by 2. Therefore, that point will appear as bright. എന്ന് ആരാ പറഞ്ഞത്? എയും ബിയും കൂടി. അപ്പൊ നമ്മളോട് ശരി സമ്മതിച്ചു, ബ്രൈറ്റ് ആണ്. ഉടനെ സി നമ്മളോട് ചോദിക്കും, പിന്നെ ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? അവർ രണ്ടുപേരും മാത്രം തീരുമാനിച്ചാൽ പോരാലോ, ഞാനും കൂടിയുണ്ട്, എനിക്ക് കൂടി തീരുമാനമെടുക്കണം. ഞാൻ പറയാം. ഉടനെ നമ്മൾ പറയും ശരി നീ പറഞ്ഞോളൂ. ഉടനെ പറയും എയും ബിയും തമ്മിൽ അവിടെ ഉണ്ടാകുന്ന പാത്ത് ഡിഫറൻസ് ലാംഡയാണെങ്കിൽ ആ സമയത്ത് എയും സിയും കൂടി ഞങ്ങൾ ഉണ്ടാക്കുന്ന പാത്ത് ഡിഫറൻസ് ഡെൽറ്റ ഡാഷ് ഡെൽറ്റയുടെ പകുതിയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ ബൈ 2 ആണ്. അത് ഓഡ് മൾട്ടിപ്പിൾ ഓഫ് ലാംഡ ബൈ 2 ആണ്. അതുകൊണ്ട് ഈ പോയിന്റ് ഡാർക്ക് ആയാൽ മതി. കണ്ടോ, മനസ്സിലായോ? എയും സിയും കൂടെ പറയുകയാണ്, എയും ബിയും കൂടെ പറയാണ് ഞങ്ങൾ തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് ഇവിടെ ലാംഡയാണ്, അതുകൊണ്ട് ഇപ്പോൾ ബ്രൈറ്റ് ആയാൽ മതി. സെയിം ടൈമിൽ എയും സിയും കൂടെ എന്ത് പറയുന്നു? നിങ്ങൾ തമ്മിലുള്ളത് ലാംഡയാണ്, ഞങ്ങൾ തമ്മിലുള്ള അതിന്റെ പകുതിയാണ് ലാംഡ ബൈ 2, അത് ഓഡ് മൾട്ടിപ്പിൾ ആണ്, അതുകൊണ്ട് ആ പോയിന്റ് ഡാർക്ക് ആയാൽ മതി. അപ്പോൾ ഒരേ കണ്ടീഷൻസിനകത്ത് രണ്ടുപേരും രണ്ടഭിപ്രായം പറയുന്നു. എയും ബിയും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് ലാംഡയാണെങ്കിൽ എയും സിയും തമ്മിലുള്ളത് ലാംഡ ബൈ 2 ആണ്. എയും ബിയും തമ്മിൽ ലാംഡ വന്നത് 2 ലാംഡ ബൈ 2 ആണ്. Therefore that point will appear as bright എന്ന് എയും ബിയും കൂടെ പറയും. At the same time, path difference of the light ray from A and C at the point B is only half of lambda, that is lambda by 2. This is odd multiple of lambda by 2. Therefore, എയും സിയും കൂടെ എന്ന് പറയും പറ്റില്ല, ഈ സമയത്ത് ഡാർക്ക്. അപ്പോൾ ഒരേ സമയത്ത് രണ്ട് കണ്ടീഷനും കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. എയും ബിയും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാണ്. എയും ബിയും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് അവിടെ ലാംഡയാണ്. ആ സമയത്ത് ഇവർ തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് ലാംഡ ബൈ 2 ആണ്. ലാംഡ എന്ന് പറയുന്ന ബ്രൈറ്റിന്റെ കണ്ടീഷനാണ്, ഇത് ഡാർക്കിന്റെ കണ്ടീഷനാണ്. അപ്പോൾ കൺഫ്യൂഷനായി. ആരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും? എയും ബിയും പറയുന്നത് നമ്മൾ കേൾക്കുമോ, എയും സിയും പറയുന്നത് കേൾക്കുമോ? ഉടനെ സി പറയും ഒരു കാര്യം ചെയ്യും,
ഞങ്ങൾ 3 പേരല്ലല്ലോ, ഇനിയും ലൈറ്റ് റേസ് ഇതിനകത്ത് ഇഷ്ടം പോലെ ആൾക്കാർ ഇതിന്റെ ഇടയിൽ ലൈറ്റ് റേസ് ഉണ്ടല്ലോ, അവരോട് നമുക്ക് ചോദിക്കാം. ബാക്കി ലൈറ്റ് റേസിനോട് നമുക്ക് ചോദിക്കാം. ശരി, നമ്മൾ ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ അങ്ങ് തൽക്കാലം കളയുകയാണ്. ഇത് വരച്ചത് ഞാൻ കളയുന്നു, ഇതൊക്കെ ഞാൻ കളയുന്നു. കളഞ്ഞിട്ട് പറയും ശരി, അപ്പൊ എയും സിയും കൂടെ പറയുകയാണ്. എയും സിയും കൂടെ ഞങ്ങൾ തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് a/2 ആണ്, അതുകൊണ്ടാണ് ഞങ്ങൾ തമ്മിലുള്ള പാത്ത് ലാംഡ. ഇതിന്റെ തൊട്ട് താഴെ ഒരു ലൈറ്റ് റേ എടുത്താൽ അതിന്റെ ഇവന്റെ തൊട്ട് ഫസ്റ്റ് ഹാഫില് ഫസ്റ്റ് ലൈറ്റ് റേന്റെ തൊട്ട് താഴെ ഒരു ലൈറ്റ് റേ എടുത്താൽ ഇവിടെയും തൊട്ട് താഴെ ഒരു ലൈറ്റ് റേ എടുക്കാം. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസും a/2 ആണ്. ഇതേ a/2 ആണ് ഇവർ തമ്മിലും, a/2. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഞങ്ങൾ തമ്മിൽ അവിടെ ഉണ്ടാക്കുന്ന പാത്ത് ഡിഫറൻസും λ/2 ആണ്. അപ്പൊ ഞങ്ങളും പറയുന്നു ഡാർക്ക് ആയാൽ മതി. ഇതിന്റെ തൊട്ട് താഴെ ഒരു ലൈറ്റ് റേ എടുക്കുന്നു, ഇതിന്റെ തൊട്ട് താഴെ ഒരു ലൈറ്റ് റേ എടുക്കുന്നു. ഇവർ തമ്മിലുള്ള ഈ ഡിസ്റ്റൻസും എത്ര തന്നെയാണ്? a/2. അപ്പോൾ അവർ പറയും ഞങ്ങൾ തമ്മിൽ ഇവിടെ ഉണ്ടാകുന്ന പാത്ത് ഡിഫറൻസും λ/2 ആണ്, അതുകൊണ്ട് ഞങ്ങളും പറയുന്നു ഡാർക്ക് ആയാൽ മതി. അങ്ങനെ അപ്പർ ഹാഫിലുള്ള ഏത് പോയിന്റ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ലോവർ ഹാഫിൽ ഒരു പോയിന്റ് ഉണ്ടാവും. From these similar points, a light ray reaching at the point P with path difference λ/2. അപ്പോൾ എല്ലാവരും കൂടെ പറയാണ് നമുക്ക് ഡാർക്ക് ആയാൽ മതി. ഉടനെ ബി പറയും പറ്റില്ല, ഞാനും കൂടെ ഒന്ന് പറയട്ടെ, എയും സിയെയും മാത്രം പറയാൻ അനുവദിച്ചാൽ പോരാ, എന്നെ കൂടെ പറയാൻ അനുവദിക്കൂ. നമ്മൾ ശരി, നീ പറഞ്ഞോളൂ. ഉടനെ അവൻ എന്ത് പറയും? ഇവിടെ നിന്ന് വരുന്ന ലൈറ്റ് റേയും ഞാനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എ ആണ്, ഞങ്ങൾ തമ്മിലുള്ള പാത്ത് അവിടെ ലാംഡയാണ്. ഇതിന്റെ തൊട്ട് താഴെ എന്ന് വരുന്നൊരു ലൈറ്റ് റേയും എന്റെ തൊട്ട് താഴെ എന്ന് വരുന്നൊരു ലൈറ്റ് റേയും ഇല്ല, അയാൾക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇവരെ പോലെ ഇവിടെ ഇങ്ങനെ പറയാൻ പറ്റുന്നില്ല, കാരണം താഴോട്ട് ലൈറ്റ് റേ ഇല്ല. ഉടനെ പറയും ബി പറയും എന്റെ കൂടെ നിൽക്കാൻ ആരുമില്ല, അവന്റെ കൂടെ നിൽക്കാൻ ഇഷ്ടം പോലെ ആൾക്കാർ താഴെയുള്ളവരുണ്ട്, എന്റെ കൂടെ നിൽക്കാൻ ആരുമില്ല, അതുകൊണ്ട് ഞാൻ പിന്മാറി, ബ്രൈറ്റ് വേണ്ട, ഡാർക്ക് ആയാൽ മതി. അപ്പൊ ഇപ്പൊ പി എന്ന് പറയുന്ന പോയിന്റ് എന്തായിട്ട് കാണപ്പെടുന്നു? ഡാർക്ക് ആയിട്ട് കാണപ്പെടുന്നു. ഇവര് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എത്രയാണ്? ലാംഡ. ഇവര് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എത്രയാണ്? λ/2. ഇവർക്കൊപ്പമാണ്, ബാക്കി എല്ലാവരും നിൽക്കുന്നത് ഇവർക്കൊപ്പമാണ്, ഈ രണ്ട് ലൈറ്റ് റേസിനും ഒപ്പമാണ്, കൂടെ നിൽക്കുകയാണ്. അപ്പൊ എല്ലാവരും പറയുന്നു ഡാർക്ക് ആയാൽ മതി. അപ്പോൾ ഇപ്പോൾ പി എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? പി ഈസ് ഡാർക്ക്. ആ സമയത്ത് എയിൽ നിന്ന് വരുന്ന ലൈറ്റ് റേയും ബിയിൽ നിന്ന് വരുന്ന ലൈറ്റ് റേയും കൂടെ അവിടെ ഉണ്ടാകുന്ന പാത്ത് ഡിഫറൻസ് എത്രയാണ്? ലാംഡയാണ്. ഡാർക്കിന് കാരണക്കാരാണ് ഇവരാണ്, പക്ഷെ ഇവർ തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് അപ്പോൾ എത്രയാണ്? ലാംഡ. ദാറ്റ് ഈസ് ഈവൻ മൾട്ടിപ്പിൾ ഓഫ് λ/2. അപ്പോൾ പി എന്ന് പറയുന്ന പോയിന്റ് എന്തായിട്ട് കാണുന്നു? ഡാർക്ക്. ഈ കൺസെപ്റ്റ് കിട്ടാൻ ഇച്ചിരി പാടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തെടുത്ത് പറഞ്ഞത്, നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ നിന്ന് ഞാൻ ഒന്നുകൂടെ പറയാം, ഒന്നുകൂടെ ഞാൻ പറയുന്നു. ഇവിടെ നിന്ന് വരുന്ന ഈ കൺസെപ്റ്റ് മനസ്സിലാക്കുക. ആദ്യമേ ഈ കൺസെപ്റ്റ് മനസ്സിലാക്കുക. ദിസ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഡിവൈഡഡ് ബൈ 2. ഡെൽറ്റ ഡാഷ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ/2. അതിന്റെ അർത്ഥം എയിൽ നിന്ന് ചെല്ലുന്ന ലൈറ്റ് റേയും, ഒന്നുകൂടെ ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒന്നുകൂടെ പറയുന്നു, എയിൽ നിന്ന് ചെല്ലുന്ന ലൈറ്റ് റേയും ബിയിൽ നിന്ന്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് ഇതാണ് പ്രശ്നം. ഈസ് ദ പോയിന്റ് പി ഈസ് ബ്രൈറ്റ് ഓർ ഡാർക്ക്? പി ബ്രൈറ്റ് ആണോ ഡാർക്ക് ആണോ? ആണെങ്കിൽ അതിന്റെ കണ്ടീഷൻ എന്ത്? അപ്പൊ കണ്ടീഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ പറയുമ്പോൾ ആദ്യമേ ചാടിക്കറി ആര് പറയും? എയും, ഞാൻ ഇതങ്ങ് വായിക്കുന്നു, എയും ബിയും കൂടെ പറയുകയാണ്. എയും ബിയും കൂടെ പറയുന്നു ഞങ്ങൾ തമ്മിലുള്ള പാത്ത് ഡിഫറൻസ്, ഇതൊക്കെ എപ്പോഴും മനസ്സിൽ വരണം. എയും ബിയും തമ്മിൽ ഇതാണ്, എയും സിയും. എയും ബിയും കൂടെ ഞങ്ങൾ തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് ഡെൽറ്റയുടെ വാല്യൂ ലാംഡയാണെന്നിരിക്കട്ടെ. ലാംഡ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം 2λ/2 ആണ്. ഈവൻ മൾട്ടിപ്പിൾ ഓഫ് λ/2 ആണെങ്കിൽ ആ പോയിന്റ് എന്തായിട്ട് മാറണം? ബ്രൈറ്റ് ആയിട്ട് മാറണം എന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നു. ആര് പറയും? എ ആൻഡ് ബി. പാത്ത് ഡിഫറൻസ് ഓഫ് ദ ലൈറ്റ് റേ ഫ്രം എ ആൻഡ് ബി അറ്റ് ദ പോയിന്റ് പി ഈസ് ലാംഡ. Then it is equal to even multiple of λ/2. Therefore, we expect that point P will appear as bright. ആ പോയിന്റ് P ബ്രൈറ്റ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. At the same time, path difference of the light ray from A and C at the point P is delta is equal to delta/2. That is equal to λ/2. This is odd multiple of λ/2. Therefore, we expect that point is dark. ഒരേ സമയത്ത് രണ്ട് കണ്ടീഷൻ.
Light ray from A and B at the point P satisfies the condition for brightness, and the path difference of the light ray from A and C at the point P satisfies the condition for darkness at the same time. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇത് പി ബ്രൈറ്റ് ആണോ ഡാർക്ക് ആണോ നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് പറയും? ബാക്കി ലൈറ്റ് റേസിനോട് ചോദിക്കാം. അപ്പോഴാണ് ഞാൻ പറയുന്നത് ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് a/2 ആയതുകൊണ്ടാണ് ഇവർ തമ്മിൽ λ/2. അപ്പോൾ ഇതിന്റെ തൊട്ട് താഴെ ഞാൻ ഒരു ലൈറ്റ് റേ എടുത്തു. ഇതിന്റെ തൊട്ട് താഴെ ഒരു ലൈറ്റ് റേ എടുത്താൽ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര തന്നെയായിരിക്കും? a/2. അപ്പോൾ ഇവർ തമ്മിൽ ഇവിടെ ഉണ്ടാകുന്ന പാത്ത് ഡിഫറൻസ് എത്ര തന്നെയായിരിക്കും? λ/2. കണ്ടീഷൻ ഫോർ ഡാർക്ക്നെസ്. ഇതിന്റെ തൊട്ട് താഴെ ഞാൻ വീണ്ടും ഒരു ലൈറ്റ് റേ എടുക്കുന്നു. ഇവന്റെ തൊട്ട് താഴെ ഒരു ലൈറ്റ് റേ എടുക്കുന്നു. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസും a/2. അവർ തമ്മിൽ അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷനും λ/2. Therefore, from each point on the upper half of the slit, there is a similar point on the lower half of the slit. പകുതിയായിട്ട് രണ്ടാക്കി മാറ്റി അപ്പർ ഹാഫിനും ഉള്ള ഒരു ലൈറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഒരു ലൈറ്റ് റേ ഉണ്ടാവും. From these similar points, a light ray meet at the point P with a path difference of λ/2. Therefore, that point P will appear as dark. അപ്പോൾ നമ്മൾ പറഞ്ഞു കണ്ടീഷൻസിൽ നമുക്ക് മാറ്റമില്ല. P എന്ന് പറയുന്നത് ഡാർക്ക് ആണ്. ഇപ്പൊ P എന്ന് പറയുന്ന പോയിന്റ് ഡാർക്ക് ആയിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പൊ ചോദിക്കും സാറേ കണ്ടീഷൻ പറ. ആ ഡാർക്ക് ആകുന്ന സമയത്ത് എയും ബിയും തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് ഡെൽറ്റ എത്രയാണ്? ഡെൽറ്റ ഈസ് ഈക്വൽ ടു even multiple of λ/2, then that point will appear as dark, and if delta is equal to odd multiple of λ/2, then that point will appear as bright. That is condition for darkness and brightness are just interchanged. ഡാർക്കിന്റെയും ബ്രൈറ്റിന്റെയും കണ്ടീഷൻ ജസ്റ്റ് മാറി. അപ്പോൾ നമ്മൾ എന്ത് പറയുന്നു? ഇനി നിങ്ങൾക്ക് മനസ്സിലാക്കുക. ദാറ്റ് ഈസ്, അപ്പൊ ഞാൻ ആ പറയേണ്ടെന്ന നിങ്ങൾ പഠിച്ചു വയ്ക്കേണ്ട കാര്യം ഞാൻ ഒന്നുകൂടെ പറയുന്നു. Path difference of the light ray from A and B at the point P is lambda, then it is equal to even multiple of λ/2. Then we expect that point will appear as bright. At the same time, path difference of the light ray from A and C at the point P satisfies a condition for delta dash is equal to λ/2, that is odd multiple of λ/2. Therefore, we expect that point will appear as dark. That is, at the same time, A and C from the light ray from A and B, we expect the point B will appear as brighter, and from the light ray from the point A and C, we expect the point P will appear as dark. Then there is a confusion. ഇനി അതിനെന്താ നമ്മൾ ഓവർകം ചെയ്യുന്നത്? From each point on the upper half of the slit, there is a similar point in the lower half. From these similar points, a light ray reaches the point P with a path difference of λ/2. Therefore, that point P will appear as dark. സംഭവം പി എന്തായിട്ട് മാറി? ഡാർക്ക് ആയിട്ട് മാറി. ഇവരാണ് കാരണക്കാരെങ്കിലും നമ്മൾ പറയുന്നത് ഇവരെ വെച്ചാണ്. ഇവർ തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു ലാംഡ, that point will appear as dark. That is, path difference delta is equal to even multiple of λ/2, then that point will appear as dark, and delta is equal to odd multiple of λ/2, then that point will appear as bright. That is, condition for darkness and brightness are just interchanged. That is, delta is equal to n lambda is a condition for darkness, and delta is equal to 2n minus 1 into λ/2 is a condition for brightness. ഇത് പഠിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോണേ, ഇന്റർഫറൻസ് നന്നായിട്ട് മനസ്സിലാക്കാതെ, അവിടെ ഈ പറഞ്ഞ കണ്ടീഷൻസ് മനസ്സിലാക്കാതെ ഇവിടെ വന്ന് ഇരുന്നാൽ ഒന്നും പിടിയിട്ടില്ല. ഇത് പഠിക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് വരണം, അല്ലാതെ ഇടയ്ക്കുള്ളൊരു വീഡിയോ കയറി കണ്ടെന്തെങ്കിലും മനസ്സിലാക്കാമെന്ന് വിചാരിക്കരുത്. അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും. ഇതൊന്നും പിടിയിട്ടില്ല. അതുകൊണ്ട് ഒരു വീഡിയോ നമ്മുടെ കാണുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ടോപ്പിക്കിന്റെ വീഡിയോ കാണുകയാണെങ്കിൽ, ഇപ്പോൾ റേ ഓപ്റ്റിക്സ് അല്ലെങ്കിൽ വേവ് ഓപ്റ്റിക്സ് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 അങ്ങനെയായിരിക്കും കൊടുക്കുക. പാർട്ട് 1 മുതൽ കണ്ടു വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ചാപ്റ്ററിനെ കുറിച്ച് ഐഡിയ കിട്ടൂ. ഇടയ്ക്ക് കയറി വെടിവെക്കാമെന്ന് വിചാരിക്കരുത്, നടക്കില്ല. ഞാൻ പറഞ്ഞേക്കാം. അപ്പൊ ദിസ് ഈസ് എ അപ്പൊ കണ്ടീഷൻ എന്തായിട്ട് മാറി? ഡെൽറ്റ ഈസ് ഈക്വൽ ടു എൻ ലാംഡ ഈസ് എ കണ്ടീഷൻ ഫോർ darkness, and delta is equal to 2n minus 1 into λ/2 is a condition for brightness, where n is equal to 0, 1, 2, 3, etc. Here n is equal to 1, 2, 3, 4, etc. അറിയാമല്ലോ, ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷനാണ്. അപ്പൊ ഇത് ഡാർക്ക്നെസ്സിന്റെ കണ്ടീഷനായി, ഇത് ബ്രൈറ്റ്നസ്. കണ്ടീഷൻ ഫോർ ഡാർക്ക്നെസ് ആൻഡ് ബ്രൈറ്റ്നസ് ആർ ജസ്റ്റ് ഇന്റർചേഞ്ച്.
അടുത്ത പ്രോബ്ലം അവിടെയല്ല, അടുത്ത വിശേഷം വരാൻ പോകുന്നത് അതൊന്ന് മാറി, അത് ഇതൊക്കെ മാറ്റി എഴുതുന്നു. അടുത്ത പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാർ അങ്ങനെയാണെങ്കിൽ n=0 വരുന്നവനല്ലേ സെൻട്രൽ വരേണ്ടുന്നത്? കാരണം n=0 മീൻസ് സെൻട്രൽ ഫ്രിഞ്ച്. ഇവിടെ ആരാണ് സെൻട്രൽ വരേണ്ടത്? ഡാർക്ക് ആണ്. പക്ഷെ സാർ ഇവിടെ ബ്രൈറ്റ് അല്ലേ വരച്ച് വെച്ചിരിക്കുന്നത്, ഡാർക്ക് അല്ലല്ലോ. ഞാൻ പറഞ്ഞല്ല, അതെന്താ അങ്ങനെ പറ്റിയത്? സെൻട്രൽ ഫ്രിഞ്ച് 0 വരുന്നവനാണ് സെൻട്രൽ വരേണ്ടത്. n=0 മീൻസ് സെൻട്രൽ ഫ്രിഞ്ച്. 1 മീൻസ് ഫസ്റ്റ് ഡാർക്ക്, സെക്കൻഡ് ഡാർക്ക്, തേർഡ് ഡാർക്ക്. ഇത് ഫസ്റ്റ് ബ്രൈറ്റ്, സെക്കൻഡ് ബ്രൈറ്റ്, തേർഡ് ബ്രൈറ്റ്, എക്സെട്ര. ശരിക്കും ഇതിൻ്റെ കേസിൽ നമുക്ക് കിട്ടേണ്ടത് എങ്ങനെയാണെന്നറിയാമോ? ശ്രദ്ധിച്ചോണം. നമുക്ക് കിട്ടേണ്ടുന്നത് ഇങ്ങനെയാണ്. നമുക്ക് ഫ്രിഞ്ച് സിസ്റ്റം കിട്ടേണ്ടിയിരുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെയാണ് കിട്ടേണ്ടിയിരുന്നത്. ഇപ്പോൾ സെൻട്രൽ ഫ്രിഞ്ച് ആരാണ്? 0th ഡാർക്ക്, ഫസ്റ്റ് ഡാർക്ക്, സെക്കൻഡ് ഡാർക്ക്, ഫസ്റ്റ് ഡാർക്ക്, സെക്കൻഡ് ഡാർക്ക്, എക്സെട്ര. ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് ബ്രൈറ്റ്, സെക്കൻഡ് ബ്രൈറ്റ്, ഫസ്റ്റ് ബ്രൈറ്റ്, സെക്കൻഡ് ബ്രൈറ്റ്, തേർഡ് ബ്രൈറ്റ്, എക്സെട്ര. ഇങ്ങനെയായിരുന്നു കിട്ടേണ്ടിയിരുന്നത്. ഇങ്ങനെയായിരുന്നു കിട്ടേണ്ടിയിരുന്ന ഫ്രിഞ്ച്. പിന്നെന്ത് പറ്റി സാർ? ഇവിടെ നമ്മുടെ ലെൻസ് വെച്ചില്ലേ, അവൻ എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ ലൈറ്റിനെ കൊണ്ടുവന്ന് സെൻറ്ററിലേക്ക് ലൈറ്റ് അടിച്ചു കൊടുക്കും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആ സെൻട്രൽ ഇരുന്ന ഡാർക്കിന്റെ മണ്ടയിലേക്ക് ലൈറ്റ് അടിച്ചു കൊടുക്കും. ആര്? ഈ ലൈറ്റ് റേസിനെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് കൺവേർജ് ചെയ്യിക്കും. നേരെ പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വരുന്ന ലൈറ്റ് റേസിനെ അവിടെ കൊണ്ടുവന്ന് കൺവേർജ് ചെയ്യിക്കുമ്പോൾ ഈ സാധനം കൂടി എന്തായിട്ട് മാറും? ബ്രൈറ്റ് ആയിട്ട് മാറും. ഈ സെൻട്രലിലിരിക്കുന്ന അങ്ങനെയാണ് ഇയാളുടെ ഇങ്ങനെയായത്. മനസ്സിലായോ? ആ ലൈറ്റ് റേ അവിടെ കൊണ്ടുവന്ന് ഇടിച്ചതിന്റെ ഫലമായിട്ട് സെൻട്രലിരുന്ന് ഈ ഡാർക്ക് അങ്ങ് പോയിട്ട് അയാൾ കൂടി എന്തായിട്ട് മാറി? ബ്രൈറ്റ്. അപ്പൊ ആക്ച്വലി ഇങ്ങനെയാണ് കിട്ടേണ്ടിയിരുന്നത്. അപ്പൊ എന്ത് പറ്റി? സെൻട്രൽ ബ്രൈറ്റ് എന്ന് പറയുന്നത്, ശ്രദ്ധിച്ചോണം, നന്നായിട്ട് മനസ്സിലാക്കണം, ഇത് കൺഫ്യൂഷൻസ് നന്നായിട്ട് വരുന്ന സാധനമാണ്. ഇവിടെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ശ്രദ്ധിച്ചോണം. n=0, n=1, n=2. ഇവിടെ ഡാർക്കിന്റെ കണ്ടീഷനാണ് റൈറ്റ് സൈഡിൽ എഴുതുക. n=3, 1, 2, എക്സെട്ര. ഇതെന്ന് പറയുന്നതായിരുന്നു n=1 ബ്രൈറ്റ്, n=2, n=3 ഇതായിരുന്നു. പക്ഷേ ഈ ഇരുന്ന ബ്രൈറ്റും ഈ ഡാർക്കും കൂടി ചേർന്ന് എന്തായിട്ട് മാറി? സെൻട്രൽ ഇരിക്കുന്ന ഒരു ബ്രൈറ്റ് ആയിട്ട് മാറി. അതിന്റെ അർത്ഥം ഈ n=1നെയും n=0യും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത കണ്ടീഷനായി. സെൻട്രൽ ഡാർക്കും പിന്നെ സൈഡിൽ ബ്രൈറ്റും ആയിരുന്നെങ്കിൽ വിഷയങ്ങളൊന്നുമില്ല. പക്ഷേ ഇവന്റെ മണ്ടയിൽ കൊണ്ട് ഈ ഡാർക്കിന്റെ സ്ഥലത്തേക്ക് ലൈറ്റ് റേ വന്ന് ഇൻസിഡന്റ് ചെയ്തപ്പോൾ ഈ സെൻട്രലിൽ ഇരുന്ന ഡാർക്കും സൈഡിലിരുന്ന ബ്രൈറ്റുകളും കൂടി ചേർന്ന് എന്തായിട്ട് മാറി? ഒരൊറ്റ ബ്രൈറ്റ് ആയിട്ട് മാറി. അപ്പോൾ അവനങ്ങ് ഭയങ്കരമായിട്ട് അവന്റെ വണ്ണം കൂടി, അതിന്റെ വിട്ട് കൂടി. അപ്പൊ സെൻട്രൽ ഫ്രിഞ്ചിന്റെ വിട്ട്, ബ്രൈറ്റിന്റെ വിട്ട് മറ്റുള്ളവരുടെ വിട്ടിന്റെ ഡബിളാണ്. അതായത് ഇതാണ് ഒരാളിന്റെ വിട്ട്, ഇവിടെ എന്ന് പറയുമ്പോൾ ഇയാളുടെ വിട്ട് ഇത്രയുമാണ്, ഇതിന്റെ ഡബിളാണ്. അപ്പൊ വിട്ട് ഓഫ് ദ സെൻട്രൽ മാക്സിമം ഈസ് ആൾവേസ് 2 times that of the others. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? സെൻട്രൽ ബ്രൈറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് എ ഡാർക്ക് ആൻഡ് ബ്രൈറ്റ്. ഒരു ഡാർക്കിന്റെയും ബ്രൈറ്റിന്റെയും കൂടെ കോമ്പിനേഷൻ ആണ്. ഡാർക്കിന്റെ വിഡ്ത്ത് എക്സ്, ബ്രൈറ്റിന്റെ വിഡ്ത്ത് രണ്ടും കൂടെ ഒന്നു ചേർന്നപ്പോൾ അവന്റെ വിഡ്ത്ത് എത്രയായിട്ട് മാറി? 2x ആയിട്ട് മാറി. അതുപോലെ തന്നെ സെൻട്രൽ എന്ന് പറയുമ്പോഴത്തേക്ക് 0 എന്ന് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം 0യും 1ഉം എല്ലാം കൂടെ ചേർന്നാണ്. അതുകൊണ്ട് സെൻട്രലിന് 0 കൊടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇത് സെൻട്രൽ ബ്രൈറ്റ് ആണെങ്കിൽ ഇത് ആരാണ്? ഫസ്റ്റ് ബ്രൈറ്റ്. ഫസ്റ്റ് ബ്രൈറ്റിന് കൊടുക്കുന്ന വാല്യൂ എത്ര? n=2. ഫസ്റ്റ് സാധാരണ നമ്മൾ എടുക്കുന്നത് എന്തായിരുന്നു? ഫസ്റ്റ് ബ്രൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 1 അല്ലേ കൊടുക്കും. ഇത് പറ്റൂല.
കാരണം ഇവിടെ NECകൾ 1 ദാ ഇതിനകത്ത് മുങ്ങിപ്പോയി. NECകൾ 1 ഇതിനകത്ത് മുങ്ങിപ്പോയി. 2 ആണ് എന്നിന്റെ വാല്യൂ 2 വരുന്ന സാധനമാണ് ഫസ്റ്റ് ബ്രൈറ്റ്. ഇത് അപ്പൊ ഇതിന് പറയുന്ന പേരാണ് സെൻട്രൽ ബ്രൈറ്റ്. ഇതിന് പറയുന്ന പേരാണ് സെൻട്രൽ ബ്രൈറ്റ്. ഇവർക്ക് പറയുന്ന പേരാണ് സെക്കൻഡറി മാക്സിമാസ്. സെക്കൻഡറി മാക്സിമാസ് ഇതിന് പറയുന്ന പേരാണ് ഫസ്റ്റ് സെക്കൻഡറി മാക്സിമ, സെക്കൻഡ് സെക്കൻഡറി മാക്സിമ, തേർഡ് സെക്കൻഡറി മാക്സിമ എക്സെട്ര. അപ്പൊ ഫസ്റ്റ് സെക്കൻഡറി മാക്സിമ എന്ന് പറയുമ്പോൾ എന്നിന്റെ വാല്യൂ എത്ര ഇട്ട് കൊടുക്കണം? 2 തെറ്റിപ്പോയിരുന്നു. കാരണം 1 ദാ ഇവിടെ കിടക്കുകയാണ്. അവൻ സെൻട്രൽ മാക്സിമത്തിനകത്ത് മുങ്ങിപ്പോയി. NECകൾ 1 സെൻട്രൽ മാക്സിമത്തിനകത്ത് മുങ്ങിപ്പോയി. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡറി മാക്സിമ മീൻസ് NECകൾ 2, സെക്കൻഡ് സെക്കൻഡറി മാക്സിമ മീൻസ് NECകൾ 3 എക്സെട്ര. അതുപോലെ തന്നെ ഇവന്റെ വിഡ്ത്ത് എന്ന് പറയുന്ന സെൻട്രൽ മാക്സിമത്തിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് സൈഡിലുള്ള മാക്സിമങ്ങളുടെ ഡബിൾ ആണ്. ഇത് എക്സ് ആണെങ്കിൽ ഇത് രണ്ടുപേര് ചേർന്ന് 2x, ഇത് എക്സ്, ഇത് എക്സ്, അതൊന്നും മാറ്റമില്ല. ഇതെല്ലാം എക്സ് വീതമാണ്. പക്ഷെ സെൻട്രൽ മാക്സിമത്തിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 2x വരും. 2x വരാൻ കാര്യം എന്താണ്? ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് എ സെൻട്രൽ ഡാർക്ക് ആൻഡ് ഫസ്റ്റ് ബ്രൈറ്റ്, രണ്ടുപേരും കൂടെ ചേർന്നാണ്. ഇനി ഓർക്കേണ്ടുന്ന കാര്യം എന്താ? ഈ നമ്മുടെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഈ ആംഗിളാണ് തീറ്റ. ഈ ആംഗിളും തീറ്റയാണ്, ഈ ആംഗിളും തീറ്റയാണ്. ഓരോ ഫ്രിഞ്ചിന്റെയും വിഡ്ത്ത് എന്ന് പറയുന്നത് തീറ്റ വീതമാണ്. പക്ഷേ സെൻട്രൽ ഫ്രിഞ്ചിന്റെ വിഡ്ത്ത് എത്ര വരുമെന്ന് നോക്ക്. സെൻട്രൽ ഫ്രിഞ്ച് ഇവിടം തൊട്ട് ഇവിടം വരെയല്ലേ, അവന്റെ ടോട്ടൽ വിഡ്ത്ത് 2 തീറ്റ വരും. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോണം. ഇവിടെ നിന്ന് ഇതാണ് സെൻട്രൽ ഡാർക്കാണ് വരേണ്ടത്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഈ ആംഗിളിന് പറയുന്ന പേരാണ് തീറ്റ. അടുത്ത ഇതൊരു ഫ്രിഞ്ചാണ്. ആ ഫ്രിഞ്ചിന്റെ ആംഗിളും എത്ര തന്നെയാണ്? തീറ്റ. ഈ ഫ്രിഞ്ചിന്റെ ആംഗിളും എത്ര തന്നെയാണ്? തീറ്റ. അപ്പൊ എല്ലാവരുടെയും ഓരോ ഫ്രിഞ്ചിന്റെയും ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണ്. ആ തീറ്റയാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു വെച്ചിരിക്കുന്ന A തീറ്റ ഈസ് ഈക്വൽ ടു n ലാംഡ. A സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എന്നെടുത്തില്ലേ? അതിനകത്ത് A തീറ്റ ഈസ് ഈക്വൽ ടു ഡെൽറ്റ. ആ തീറ്റ എന്ന് പറയുന്നതാണ് ശരിക്കും പറഞ്ഞാൽ. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ആംഗിളും എത്ര തന്നെയാണ്? തീറ്റ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ സെൻട്രൽ ഫ്രിഞ്ചിന്റെ ടോട്ടൽ ആംഗിൾ എത്ര വരും? സെൻട്രൽ ഫ്രിഞ്ചിന്റെ ടോട്ടൽ ആംഗിൾ 2 തീറ്റ വരും. ഇവിടെ തൊട്ട് ഇത്രയും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഇപ്പൊ നമ്മൾ പറയുന്നു A sin theta is equal to n lambda. A sin theta is equal to n lambda is a condition for darkness delta. ഈ എഴുതിയിരിക്കുന്ന ഡെൽറ്റയുടെ വാല്യൂ ആണ് A sin theta. അറിയാമല്ലോ, A sin theta is equal to delta or A theta is equal to delta. അപ്പൊ ഡെൽറ്റ is equal to n lambda is a, അതായത് അർത്ഥം A theta is equal to n lambda is a condition for darkness and A theta is equal to 2n minus 1 into lambda by 2 is a condition for brightness. ഇവിടെ വീണ്ടും ഓർക്കേണ്ടുന്ന കാര്യം എന്താ വെച്ചാൽ NECകൾ 0 നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഈ ബ്രൈറ്റിന്റെ 1ഉം നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് സെൻട്രൽ ബ്രൈറ്റ് ആയത്. NECകൾ 1 മീൻസ് ഡാർക്ക്. NECകൾ ഇവിടെ ഫസ്റ്റ് ബ്രൈറ്റ് എന്ന് വെച്ചാൽ എന്നിന്റെ വാല്യൂ എത്രയാണ്? 2. സെക്കൻഡ് ബ്രൈറ്റ് എന്ന് വെച്ചാൽ എന്നിന്റെ വാല്യൂ എത്രയാണ്? 3. തേർഡ് ബ്രൈറ്റ് എന്ന് വെച്ചാൽ എന്നിന്റെ വാല്യൂ എത്രയാണ്? 4. കാരണം ഇവനും കൂടെ ചേർന്നിട്ടാണ് സെൻട്രൽ ബ്രൈറ്റ് ഉണ്ടായത്. ഇത് ഫസ്റ്റ് ഡാർക്ക്, സെക്കൻഡ് ഡാർക്ക്, തേർഡ്, അത് പ്രശ്നമില്ല. ഫസ്റ്റ് ഡാർക്ക്, സെക്കൻഡ് ഡാർക്ക്, തേർഡ് ഡാർക്ക് എക്സെട്ര പ്രശ്നമില്ല. പക്ഷെ ബ്രൈറ്റിന്റെ കേസിൽ ഇതും കൂടെ ചേർന്ന് സെൻട്രൽ ബ്രൈറ്റ്. ഫസ്റ്റ് ബ്രൈറ്റ് എന്ന് പറയുമ്പോൾ NECകൾ 2, സെക്കൻഡ് ബ്രൈറ്റ് എന്ന് പറയുമ്പോൾ NECകൾ 3. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ കണ്ടീഷൻ എന്താണ്? A theta is equal to n lambda is a condition for darkness and A theta is equal to 2n minus 1 into lambda by 2 is a condition for darkness, brightness. എന്നിന്റെ വാല്യൂ 1 കൊടുത്തു കഴിഞ്ഞാൽ A theta is equal to lambda or theta is equal to lambda divided by A. ഈ ആംഗിൾ തീറ്റ എന്ന് പറയുന്നത്, തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് ലാംഡ ഡിവൈഡഡ് ബൈ A ആണ്. അപ്പൊ എല്ലാ ഫ്രിഞ്ചുകളുടെയും ആംഗുലാർ വിഡ്ത്ത് തീറ്റ എന്ന് പറയുന്നത് എത്രയാണ്? ലാംഡ ബൈ A. പക്ഷെ സെൻട്രൽ ഫ്രിഞ്ചിന്റെ തീറ്റ എത്രയാണ്? തീറ്റ 2 തീറ്റ. therefore സെൻട്രൽ ഫ്രിഞ്ചിന്റെ 2 തീറ്റ that is equal to 2 ലാംഡ ഡിവൈഡഡ് ബൈ A. മാറിപ്പോകരുത്. വിഡ്ത്ത് ഓഫ് ഈച്ച് ഫ്രിഞ്ച് ഈസ് ഈക്വൽ ടു, ഓരോ ഫ്രിഞ്ചിന്റെയും വിഡ്ത്ത് എന്ന് പറയുന്നത് തീറ്റയാണ്, സെൻട്രൽ ഫ്രിഞ്ച് ഒഴികെ. സെൻട്രൽ ഫ്രിഞ്ചിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് മറ്റു ഫ്രിഞ്ചുകളുടെ വിഡ്ത്തിന്റെ ഡബിൾ ആണ്, ദാറ്റ് ഈസ് 2 തീറ്റ.
വാട്ട് ഈസ് ദ ഫ്രിഞ്ച് വിഡ്ത്ത് ഓഫ് ഈച്ച് ഫ്രിഞ്ച്? ഓരോ ഫ്രിഞ്ചിന്റെയും വിഡ്ത്ത് എത്രയാണ്? തീറ്റ ഈസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡഡ് ബൈ എ. ആ തീറ്റ എന്ന് പറയുന്നത് ഇതാ, ഈ എഴുതിയിരിക്കുന്നതാണ് തീറ്റ. ദിസ് ഈസ് ഈക്വൽ ടു തീറ്റ. ഇവിടെ നിന്ന് മറ്റേതിലേക്കുള്ള ഇതാണ് തീറ്റ. ഇതും തീറ്റയാണ്. അങ്ങനെയാണ് സെൻട്രൽ ഫ്രിഞ്ചിന്റെ വിഡ്ത്ത് എത്രയായിട്ട് മാറിയത്? 2 തീറ്റയായിട്ട് മാറി. പക്ഷെ ബാക്കി എല്ലാവരുടെയും ഫ്രിഞ്ചിന്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ്? തീറ്റ തന്നെയാണ്. അപ്പോൾ ആംഗുലാർ ഫ്രിഞ്ച് വിഡ്ത്ത് ഓഫ് ഈച്ച് ഫ്രിഞ്ച് ഈസ് ഈക്വൽ ടു തീറ്റ, ബട്ട് ആംഗുലാർ ഫ്രിഞ്ച് ഓഫ് ദ സെൻട്രൽ ഫ്രിഞ്ച് ഈസ് ഈക്വൽ ടു 2 തീറ്റ. Therefore വിഡ്ത്ത് ഓഫ് ദ സെൻട്രൽ മാക്സിമം ഈസ് ആൾവേസ് ഡബിൾ ദാറ്റ് ഓഫ് ദ അതേഴ്സ്. മറ്റുള്ളവരുടെ വിഡ്ത്തിന്റെ ഡബിൾ ആണ്. അതാണ് ഈ കണ്ടീഷൻ. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇത്രയും കാര്യം നന്നായിട്ട് മനസ്സിലാക്കുക. ഇതിനകത്ത് ഒരു ചെറിയ പോയിന്റ് കൂടെ പറഞ്ഞ് നമ്മൾ നിർത്തും. ഇനി അടുത്തത്, ഈ നമ്മുടെ ഇന്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഞാൻ വരച്ച സമയത്ത് ഇങ്ങനെയാണ് വരച്ചത്. ഇതെപ്പോഴും വരയ്ക്കുമ്പോൾ ഓർത്താണ്, ഈ ഡിസ്റ്റൻസ് ഇവിടെയും അതേ ഡിസ്റ്റൻസ്. പിന്നെ ഈ ഡിസ്റ്റൻസുകളെല്ലാം സെയിം ആയിരിക്കണം. സെൻട്രലിന്റെ ഇങ്ങനെ വരും, കണ്ടോ? ഇവന്റെ വിഡ്ത്ത് 2x വരും. ബാക്കി എല്ലാവർക്കും ഇവന്റെ ഇതാണ് തീറ്റ. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഇതാണ് തീറ്റ. ഇതും തീറ്റയാണ്. അങ്ങനെയാണ് സെൻട്രൽ ഫ്രിഞ്ചിന്റെ 2 തീറ്റ വന്ന്. ബാക്കി എല്ലാവരുടെയും ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താണെന്ന് അറിയാമോ? വൈ ദ ഇന്റൻസിറ്റി ഓഫ് ദ സെക്കൻഡറി മാക്സിമസ് ആർ വെരി സ്മാൾ. ഇവനുമായിട്ട് കമ്പയർ ചെയ്യും, ഇവന്റെ ഇന്റൻസിറ്റി ഇത്രയുമുണ്ട്, ഇവന്റെ ഇന്റൻസിറ്റി ഇത്രയുമുണ്ട്. വൈ ദ ഇന്റൻസിറ്റി ഓഫ് ദ അതർ മാക്സിമാസ് റെഡ്യൂസ്ഡ് വിത്ത് വെരി ഹൈ എമൗണ്ട്. ഇവന്റെ ഇന്റൻസിറ്റിയേക്കാൾ ഇവരുടെ ഇന്റൻസിറ്റി വളരെ കുറയാൻ കാര്യമുണ്ട് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ പറയാം. മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കുക, മനസ്സിലാക്കാൻ പറ്റുമെങ്കിലല്ല മനസ്സിലാക്കണം. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഇതാണ്. ആദ്യമേ നമ്മുടെ സാധാരണ സ്ലിറ്റിന്റെ കേസ് പറയുന്നു, സിംഗിൾ സ്ലിറ്റിന്റെ കേസ് ഞാൻ പറയുന്നു. നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരുന്ന സാധനം പറയുന്നു. അതുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മനസ്സിലാവും. ഇവിടെ നിന്ന് ലൈറ്റ് റേ ഇങ്ങോട്ടേക്ക് വന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നു, ഇങ്ങനെ മീറ്റ് ചെയ്തു. ഇതാണ് പാത്ത് ഡിഫറൻസ് ഡെൽറ്റ. ഇത് എ ആണെങ്കിൽ അറിയാമല്ലോ, ഡെൽറ്റ ഈസ് ഈക്വൽ ടു എ തീറ്റ. എ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഡെൽറ്റ, ഓർ ഡെൽറ്റ ഈസ് ഈക്വൽ ടു എ തീറ്റ. പാത്ത് ഡിഫറൻസ് ലാംഡ വരികയാണെങ്കിൽ ഡാർക്കാണ്. പാത്ത് ഡിഫറൻസ് ലാംഡ വരികയാണെങ്കിൽ ഡാർക്കാണ്. ഇനി നമ്മൾ ഇങ്ങനെ ചിന്തിക്കുക. നമ്മുടെ സെയിം സ്ലിറ്റ്, ഈ സ്ലിറ്റ് തന്നെ ഞാൻ എടുക്കുന്നു. ഇതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എ ആണ്, മാറ്റമൊന്നുമില്ല. ഇതിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എ ആണ്. നമുക്കിവിടെ സ്ക്രീനകത്ത് കിട്ടിയ സെൻട്രൽ ഫ്രിഞ്ച് എന്ന് പറയുന്നത് ഇന്റൻസിറ്റി ഇങ്ങനെയാണ്. അത് കഴിഞ്ഞ് അടുത്തത് ഇങ്ങനെ പോവുക. ഇതിന്റെ ഇന്റൻസിറ്റി എന്തുകൊണ്ട് പെട്ടെന്ന് കുറഞ്ഞു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് തീറ്റ. തീറ്റയുടെ വാല്യൂ എത്രയാണ്? തീറ്റ ഈസ് ഈക്വൽ ടു എ തീറ്റ ഈസ് ഈക്വൽ ടു എൻ ലാംഡ, ദാറ്റ് ഈസ് ലാംഡ. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു എത്ര വരും? ഹിയർ തീറ്റ ഈസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡഡ് ബൈ എ. അടുത്ത് ഇവിടെ വരുമ്പോൾ 2 തീറ്റയാണ്. 2 തീറ്റ ഈസ് ഈക്വൽ ടു 2 ലാംഡ ഡിവൈഡഡ് ബൈ എ. ഇവിടുത്തെ ആംഗിൾ തീറ്റ ഡാഷ് ഈസ് ഈക്വൽ. അപ്പോൾ നടുക്കുള്ളവന്റെ ഇവന്റെ ആംഗിൾ എത്രയായിരിക്കും? സെറ്റ്. അപ്പൊ ഈ ആംഗിളാണ്, ഈ ആംഗിൾ തീറ്റ. ദിസ് ഈസ് ഈക്വൽ ടു തീറ്റ ഡാഷ്. തീറ്റയുടെ വാല്യൂ ലാംഡ ഡിവൈഡഡ് ബൈ എ, തീറ്റ ഡാഷിന്റെ വാല്യൂ 2 ലാംഡ ഡിവൈഡഡ് ബൈ എ. അപ്പോഴാണ് ക്വസ്റ്റ്യൻ വരിക, ഇവന്റെ ആംഗിൾ എത്രയായിരിക്കും? സെൻട്രൽ ഫ്രിഞ്ചിന്റെ ഈ ആംഗിൾ എത്രയായിരിക്കും? ഇതിന്റെ രണ്ടിന്റെയും കൂടി പകുതി, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ലാംഡ ഡിവൈഡഡ് ബൈ എ പ്ലസ് ലാംഡ ഡിവൈഡഡ് ബൈ എ ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ലാംഡ ഡിവൈഡഡ് ബൈ എ.
3 lambda divided by 2a. അപ്പോൾ ഈ സെൻട്രൽ ഈ ഫ്രിഞ്ച് അതായത് ഫസ്റ്റ് ബ്രൈറ്റിന് വരുന്ന തീറ്റ എന്ന് പറയുന്നത് എത്രയാണ്? ദിസ് തീറ്റ ഈസ് ഈക്വൽ ടു സെൻട്രൽ ഫ്രിഞ്ചിന്റെ തീറ്റ ഈസ് ഈക്വൽ ടു എത്ര കിട്ടി നമുക്ക്? തീറ്റ ഓഫ് ദിസ് ഫസ്റ്റ് ബ്രൈറ്റ് ഫ്രിഞ്ച് ഈസ് ഈക്വൽ ടു 3 lambda ഡിവൈഡഡ് ബൈ 2a. ഇനി നമ്മൾ ചെയ്യേണ്ടുന്നത് ഈ സ്ക്രീനിനെ 3 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. 3 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കുക. ഇത് എക്സ്പ്ലനേഷൻ ഞാൻ വേറൊരു രീതിയിൽ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ ഈ വരുന്ന ലൈറ്റ് റേ ഒന്നിത് പിന്നെ അടുത്തത്. ഇവര് തമ്മിൽ എ ആണെങ്കിൽ ഇവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 2a ഡിവൈഡഡ് ബൈ 3. കാരണം എയെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത്രയും ഡിസ്റ്റൻസ് എ ആണെന്നുണ്ടെങ്കിൽ ഇവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2/3 ഓഫ് എ ആണ്. 2/3 ഓഫ് എ. അപ്പോൾ ഇവിടെ നിന്ന് ചെല്ലുന്ന ലൈറ്റ് റേയും ഇവിടെ നിന്ന് വരുന്ന ലൈറ്റ് റേയും കൂടി ഇവിടെ ഉണ്ടാക്കുന്ന പാത്ത് ഡിഫറൻസ് എത്രയായിരിക്കും? ഇവിടെ നിന്ന് വരുന്ന ലൈറ്റ് റേയും കൂടി ഇവിടെ ഉണ്ടാക്കുന്ന പാത്ത് ഡിഫറൻസ്. അതായത് ഇതാണല്ലോ പാത്ത് ഡിഫറൻസ് ഡെൽറ്റ. ആ ഡെൽറ്റയുടെ വാല്യൂ എത്രയായിരിക്കും? സൈൻ തീറ്റ എടുക്കുക. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു opposite side by adjacent side, that is equal to delta divided by 2a divided by 3, or delta is equal to 2a divided by 3 into sin theta. Theta വളരെ ചെറുതാണെങ്കിൽ it is equal to sin theta. Theta is equal to theta. Theta value അവിടെ എത്രയാണ്? 3 lambda by 2a, that is 2a divided by 3 into 2 lambda divided by 3 lambda divided by 2a is equal to 2a cancel ആയി 3 can, that is it is equal to lambda. Lambda വന്നാൽ എന്തിന്റെ കണ്ടീഷൻ ആണ്? ഡാർക്ക്നെസിന്റെ കണ്ടീഷൻ ആണ്. അപ്പോൾ അതിന്റെ അർത്ഥം ഈ ലൈറ്റ് റേയും കൂടി ഇവിടെ ഉണ്ടാകുന്ന പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് ലാംഡയാണ്. അതുകൊണ്ട് അവർ ഡാർക്ക്. ഇതിന്റെ തൊട്ടു താഴെ ഒരു ലൈറ്റ് റേ എടുത്താൽ ഇതിന്റെ തൊട്ടു താഴെയുള്ള ലൈറ്റ് റേയും അവിടെ ഉണ്ടാകുന്ന കണ്ടീഷൻ ഡാർക്ക്. ഇവിടെ നിന്ന് വരുന്നതും ഇവിടെ നിന്ന് വരും. അങ്ങനെ ഈ 1/3 അപ്പർ 1/3 നിന്നും ലോവർ 1/3 നിന്നും വരുന്ന ലൈറ്റ് റേസ് എല്ലാം ഇവിടെ ഡാർക്കിന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഇവിടെ നിന്ന് വരുന്ന ലൈറ്റ് റേസ് മാത്രമേ ബ്രൈറ്റിന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പൊ നിങ്ങൾ ഇത് എക്സ്പ്ലനേഷൻ ചോദിച്ചാൽ നിങ്ങൾ എന്തു പറയണം? പാത്ത് ഡിഫറൻസ് അല്ല, ആംഗുലാർ ഫ്രിഞ്ച് വിഡ്ത് ഓഫ് ദ ഫസ്റ്റ് മാക്സിമ തീറ്റ ഈസ് ഈക്വൽ ടു 3 lambda ഡിവൈഡഡ് ബൈ 2a. Angular fringe width of the first bright is equal to 3 lambda divided by 2a. അതാണ് നമ്മൾ ഈ എഴുതി വെച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് തീറ്റ ഈസ് ഈക്വൽ ടു 3 lambda divided by 2a. ഇതൊന്നും പറയണമെന്നില്ല. കൺസിഡർ ദിസ് സ്ലിറ്റ് ഈസ് ഡിവൈഡഡ് ഇൻടു 3 ഈക്വൽ പാർട്സ്. ഈ സ്ലിറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം? 3 ഈക്വൽ പാർട്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാം. അത്രയും പറഞ്ഞ ശേഷം നിങ്ങൾ ഇനി കൂടുതൽ എക്സ്പ്ലനേഷൻ അത് പോകരുത്. ഹിയർ the light ray from this, that is at a distance of 2a divided by 3 distance ഉള്ള ലൈറ്റ് റേ തമ്മിൽ അവിടെ ഉണ്ടാക്കുന്ന പാത്ത് ഡിഫറൻസ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു 2a by 3 theta. When substituting the value of this theta here, then it is equal to 2a by 3 into 3 lambda divided by 2a, that is equal to lambda. That is light ray from these 2 points at that point P, this point will appear as dark. Therefore, in the upper half of the light ray from 1/3 of the first half and the last half satisfies a condition for darkness at this point. Therefore, here the brightness is only due to the light ray from the central 1/3 slit. മനസ്സിലാവുന്നു എന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം കേൾക്കാം. ഇത് മനസ്സിലാക്കാൻ ഇച്ചിരി പാടാണ്. ഈ നമ്മൾ പറഞ്ഞ് വേറൊന്നും ചെയ്യണ്ട. നിങ്ങൾ എന്തു പറയാ? ആംഗുലാർ ഫ്രിഞ്ച് വിഡ്ത് ഓഫ് ദ ഫസ്റ്റ് സെൻട്രൽ മാക്സിമ തീറ്റ ഈസ് ഈക്വൽ ടു 3 lambda by 2a ആണ്. ആംഗുലാർ വിഡ്ത് ഓഫ് ദ ഫസ്റ്റ് സെൻട്രൽ മാക്സിമ അറ്റ് ദിസ് പോയിന്റ് തീറ്റ ഈസ് ഈക്വൽ ടു 3 lambda divided by 2a. Then consider this slit of width a is divided into 3 equal parts. അപ്പോൾ ഇവന്റെ വിഡ്ത് എന്ന് പറഞ്ഞാൽ a by 3 ആയിരിക്കും, ഇത് a by 3 ആയിരിക്കും, ഇത് a by 3 ആയിരിക്കും.
അപ്പോൾ ഇവർ തമ്മിലുള്ള ഇത്രയും ഡിസ്റ്റൻസ് 2a/3 ആയിരിക്കും. Light ray from two different positions, they are separated by a distance of 2a/3. At the point, at the position of the bright point, satisfies a condition that is path delta is equal to 2a divided by 3 theta. Substituting the value of theta here, it is equal to 2a/3 into 2 lambda by 2a, which is equal to lambda. This is a condition for darkness. Therefore, these two light rays satisfies a condition for darkness here. അപ്പോൾ ഇതിന്റെ തൊട്ട് താഴെയുള്ള ലൈറ്റ് റേ എടുത്തു കഴിഞ്ഞാൽ ഇവന്റെ തൊട്ട് താഴെയുള്ള ലൈറ്റ് റേ എടുക്കാം. ഇവരും അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻ തന്നെയായിരിക്കും ഡാർക്ക്. ഈവന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ അങ്ങനെ ഫ്രം ഈച്ച് പോയിന്റ് ഓൺ ദ upper 1/3 of the slit and similar points on the lower 1/3 of the slit at the position of the first bright, which satisfies the condition for darkness. Therefore, here the brightness is only due to the light ray from this central 1/3 of the slit. ഇത്രയുള്ള സ്ലിറ്റിൽ ഇതും കൂടെ ഡാർക്കിന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന നടുക്കുള്ള 1/3 മാത്രമേ അവിടെ ബ്രൈറ്റിന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ ലൈറ്റ് റേസിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇപ്പൊ രണ്ടുപേരങ്ങ് പോയില്ലേ. Therefore, intensity reduced to 1/3 of the central. അതുപോലെ തന്നെ ഇനി നമ്മൾ അടുത്ത എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ 5 ഡിവിഷൻസ് ആക്കി മാറ്റണം. 5 ഡിവിഷൻ 3 ആക്കിയതിനെ 5 ഡിവിഷൻസ് ആക്കുക. അങ്ങനെ 5 ഡിവിഷൻസ് ആക്കുമ്പോൾ ഇത് രണ്ടും അടുത്ത രണ്ടും അങ്ങനെ 4 പേര് പോയി കഴിഞ്ഞാൽ സെൻട്രൽ ഇരിക്കുന്ന 1/5 ഓൺലി കോൺട്രിബ്യൂട്ട് ലൈറ്റ് റൈസ് ഫോർ ബ്രൈറ്റ് ഇന്റൻസിറ്റി. അടുത്ത ബ്രൈറ്റ് എന്ന് പറയുമ്പോൾ 7 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അതിനകത്ത് 3ഉം 3ഉം 6 പോയിട്ട് സെൻട്രൽ ഇരിക്കുന്ന 1/7 മാത്രമേ ലൈറ്റിന്റെ ഇന്റൻസിറ്റി കോൺട്രിബ്യൂട്ട് ചെയ്യൂ. Therefore, intensity of the light ray. അപ്പോൾ നിങ്ങളിത് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ആണെങ്കിൽ ഇത്രയും പറഞ്ഞിരുന്നാൽ മതി. For the position of the first bright, theta is equal to 3 lambda divided by 2a. Then consider the slit is divided into 3 equal parts of width a/3, a/3, a/3 and a/3. Light ray from a distance of 2a/3 satisfies the condition for path delta at that point is equal to 2a/3 theta. When substituting the value of theta, that delta is equal to lambda. അപ്പോൾ 2a/3 ഉള്ള രണ്ട് ലൈറ്റ് റേസ് തമ്മിൽ അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻ എന്തിന്റെയാണ്? ഡാർക്ക്നെസിന്റെയാണ്. Therefore, from each point on the first 1/3 half of the slit has a similar point on the last 1/3 of the slit, they satisfies the condition for darkness. Therefore, the first brightness of the first bright contributed by the light rays from the central 1/3 slit only. Therefore, intensity reduced, very strongly reduced. Similarly, for the second bright, only 1/5 of the slit contribute only light rays for the intensity. And next bright, only 1/7, അടുത്തതിനാണെങ്കിൽ 1/9, etc. Therefore, intensity of the side maximus reduced very tremendously. മനസ്സിലായി? അതാണ് അതിൻ്റെ അർത്ഥം. ഇത്രയും ആയപ്പോൾ നമ്മുടെ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് തീർന്നു. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ ഇത് വീണ്ടും അടിച്ച് കാണുക. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നന്നായിട്ട് പഠിക്കുക. ഇത് ഇച്ചിരി നമ്മുടെ ഡിഫ്രാക്ഷൻ്റെ കേസിൽ ഇച്ചിരി പാടുള്ളതാണ്, പ്രത്യേകിച്ച് ഈ പറഞ്ഞൊരു എക്സ്പ്ലനേഷൻ. അതിൻ്റെ മുമ്പത്തെ എക്സ്പ്ലനേഷൻ അത്ര വലിയ പാടില്ല. 2 പ്രാവശ്യം നിങ്ങൾ റീവൈൻഡ് ചെയ്ത് കാണുമ്പോൾ നന്നായിട്ട് മനസ്സിലാവും. ഓക്കെ, നന്നായിട്ട് പഠിക്കാം. നമുക്കിനി അടുത്തത് പോളറൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് നമുക്ക് വരാം. അടുത്ത